നമസ്കാരം. ചൊറിയാതെ വയ്യ പ്രേക്ഷകർക്ക്, മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. ഇന്ന് ഒരുപാട് വിഷയങ്ങൾ മിങ്കിൾ ചെയ്തുകൊണ്ടാണ്, അതായത് മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ചൊറിയാതെ വയ്യ. കാരണം ഇന്നത്തെ ദിവസത്തിന്റെ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാജ്യം, അതുപോലെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, അതിന്റെ ഇടയിലുള്ള ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാർ, ഇവരാൽ വധിക്കപ്പെട്ട ഒരു മലയാളിയുണ്ട്. നിബിൻ എന്നാണ് പേര്. ഈ നിബിൻ അവിടെ ഇസ്രയേലിൽ അഗ്രികൾച്ചർ വിസയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കൊല്ലം സ്വദേശിയാണ്. ആരും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ പാവം പിടിച്ച മനുഷ്യനെ ഇസ്ലാമിക ഭീകരർ ഇസ്രായേലിലേക്ക് നടത്തിയ ആന്റി ടാങ്ക് മിസൈൽ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. നമ്മൾക്കറിയാം, ഇസ്രായേലിലെ ഒരു നഴ്സ് കൊല്ലപ്പെട്ട സമയത്ത് ആ നഴ്സിന് ആദരാഞ്ജലി അർപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കുകയും പിന്നീട് അത് തിരിച്ചെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ വരെ ഈ ഇസ്ലാമിക ഭീകരന്മാരുടെ കളിത്തൊട്ടിലായി മാറിയ ഈ കേരളത്തിൽ സംഭവിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നൊക്കെ അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഉമ്മൻചാണ്ടി സർ എന്ന് പറയുന്ന ആ വ്യക്തിയെ നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വുള്ളവരെ പൊക്കി പറയാനോ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാനോ ഒന്നുമല്ല. കാരണം നമ്മൾ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് തവണ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ അദ്ദേഹം ഒരു സുരക്ഷയും ഇല്ലാതെ ഒരു കൂട്ടം ഫയലുകളും ഈ സൈഡിൽ വെച്ചുകൊണ്ട് ആഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി ഇരുന്ന സമയത്ത് പോലും അതിലേക്ക് ഒരിക്കലും പിണറായി വിജയനോ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരോ ഇനി വരാനിരിക്കുന്ന മുഖ്യമന്ത്രിമാർക്കൊന്നും ഒരിക്കലും അത്തരത്തിൽ പച്ചയായ ഒരു മനുഷ്യന്റെ പോലെ ഇറങ്ങി നടക്കാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എന്താണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച് തന്നെയായിരിക്കും പൊതുജനം നമ്മൾക്ക് തരിക എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയനൊക്കെ ആയിരക്കണക്കിന് പോലീസ് പട്ടാളം അകമ്പടിയോടുകൂടി അല്ലാതെ ഈ കേരളത്തിൽ നടക്കാനാവുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. എന്തായാലും നമ്മുടെ വിഷയം അതല്ല. എന്നിരുന്നാലും ഈ അന്ന് കൊല്ലപ്പെട്ട ആ നഴ്സിന് വേണ്ടി ആദരാഞ്ജലി അർപ്പിച്ച മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിക്ക് പോലും അവിടെ വാക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നിബിൻ എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ, കൊല്ലത്തിന്റെ ഒരു കുട്ടി, ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരാളും ആദരാഞ്ജലി അർപ്പിച്ച് കണ്ടില്ല. ഇവിടെ കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഇനി ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള അതല്ലെങ്കിൽ മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന മുസ്ലിം ലീഗായാലും ഒരാളും ഒരു ആദരാഞ്ജലി പോസ്റ്റോ ഈ മനുഷ്യനെ അറിയുക പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ ചൊറിയാതെ വയ്യയിലെ പ്രധാന വിഷയമായി എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ സൗത്ത് ഇന്ത്യ കട്ടിംഗ് സൗത്ത് എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന രീതിയിലേക്ക് 5 സംസ്ഥാനങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ട് പുതിയൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന രീതിയിലേക്ക് വരെ എത്രത്തോളം ഈ കേരളം അടക്കമുള്ള, തെലങ്കാന അടക്കമുള്ള, ഈ കർണാടക അടക്കമുള്ള, തമിഴ്നാട് അടക്കമുള്ള, ഈ ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളെ ചേർത്തുകൊണ്ട് എത്തിയിരിക്കുന്നു എന്നുള്ളതും അതിന്റെ ഹെഡ് ഓഫീസായിട്ട് കേരളത്തെ മാറ്റിയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിലും അവരെ കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചൊറിയാതെ വയ്യയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം പറയുന്നു. ടീച്ചറെ, ചൊറിഞ്ഞോളൂ, ചൊറിഞ്ഞങ്ങോട്ട് പൊട്ടട്ടെ കുരുക്കളെല്ലാം. അതായത് മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ചൊറിയാതെ വയ്യ സ്വാഗതം. മറ്റുള്ളവരെ ചൊറിയാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ അത് ചൊറിയാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഒരുപാട് സംഘർഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായതാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ആരംഭിച്ച് ഇതുവരെ തുടരുന്നത്. കാരണം 4 മാർഗത്തിലൂടെയാണ് യുദ്ധം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കടൽ മാർഗം, കരമാർഗം, വ്യോമമാർഗം, ഒരു വ്യത്യാസം കൂടിയുണ്ട്, തുരങ്കമാർഗം. തുരങ്കങ്ങളിൽ നിന്നും തുരങ്കങ്ങളിലേക്ക്, ടണലുകളിൽ നിന്നും ടണലുകളിലേക്ക്, ഓരോരോ ഷെൽട്ടറുകളിൽ നിന്നും അടുത്ത ഷെൽട്ടറുകളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ഹമാസ് ഭീകരർ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും എങ്ങനെയാണോ താലിബാൻ കേരളക്കാർക്ക് വിസ്മയമാകുന്നത്, അതുപോലെ തന്നെ വിസ്മയമാകുകയാണ് ഹമാസ് പോരാളികളും കേരളക്കാർക്ക്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ നമ്മുടെ നാട്ടിലെ മതേതര മലയാളി കൂതറകൾ ആരുടെ കൂടെ നിൽക്കുമെന്ന് ചിന്തിക്കണം. അതായത് ഹമാസ് ഭീകരനെ കൃത്യമായ രൂപത്തിൽ നിങ്ങളെ മാടി വിളിക്കുന്ന ഒരു വേദി, നിങ്ങൾക്ക് വേണ്ടിയുള്ള അനുയായികൾ കേരളത്തിൽ ഉണ്ട് എന്ന് വിളിച്ചു പറയുന്ന രൂപത്തിലായിരുന്നു നമ്മുടെ നാട്ടിൽ ഹമാസ് ഐക്യദാർഢ്യം നടന്നത്. ഒരു വിർച്വൽ മീറ്റിങ്ങിന് ഖാലിദ് മിഷേൽ എന്ന് പറയുന്ന ഏതാണ്ട് 9ഓളം രാജ്യങ്ങൾ ഭീകരനായി പ്രഖ്യാപിച്ച ആളെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടില് തുടക്കം മുതൽ ഒടുക്കം വരെ ഹർഷാരവങ്ങളോടെ അയാളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കാതോർത്ത് കാത്തിരിക്കുവാണ് മലയാളിക്കര. ഇപ്പോൾ അവരുടെ ഷെല്ലാക്രമണത്തിലാണ് ലെബനൻ അതിർത്തിക്ക് സമീപം ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഹമാസിനു വേണ്ടിയാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത്. ഗാസയിൽ നിന്ന്
എന്നാണോ ഇസ്രായേൽ ഒഴിഞ്ഞു പോകുന്നത് അപ്പോൾ മാത്രമേ ഞങ്ങൾ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ ഹിസ്ബുള്ള ലെബനനിൽ നിന്ന് ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ ഒരു മലയാളി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മലയാളി എന്ന് മാത്രമേ അവർ കാണൂ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതല്ല. ആ മലയാളിയുടെ ജീവൻ ഇന്ത്യക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അവരും മലയാളി തന്നെയാണ്. അതിന്റെ തൊട്ടു പിന്നാലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ വന്നത്. കാരണം ഇതിനു മുമ്പ് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും എയർപോർട്ടിൽ ഒരാൾ തയ്യാറായി വന്നിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും ഇസ്രയേലിന്റെ പ്രതിനിധി അവരുടെ വീട്ടിൽ വരുവാണ്. ഒരു ഓട്ടോറിക്ഷയ്ക്കെങ്കിലും അവരുടെ പേരിടാൻ നമ്മുടെ കേരളക്കരയിൽ ഒരാൾ തയ്യാറാകാത്ത സ്ഥിതിക്ക് അവരൊരു ഫ്ലൈറ്റിനാണ് ആ സ്ത്രീയുടെ പേരിടുന്നത്, ഇസ്രയേൽ. അപ്പൊ ഇസ്രയേൽ എന്ന രാജ്യം എത്രത്തോളം മഹനീയമായിട്ടാണ് ഇന്ത്യയുടെ സേവനത്തെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉടനെ തന്നെ ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ വരുന്നു. ഇനി ഒരു ഇന്ത്യക്കാരന്റെ ജീവൻ പൊലിയാൻ പാടില്ല. ഇസ്രയേലിലെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റണം എന്ന് അവർ മാറണമെന്ന് ഇന്ത്യക്കാരോട് കേന്ദ്രം നിർദ്ദേശിക്കുന്നു. അത് അങ്ങനെ തന്നെ ശിരസാ വഹിക്കുന്നു ഇസ്രായേൽ. എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രയേലി അധികാരികളുമായി എംബസി ബന്ധപ്പെടുന്നുണ്ടെന്ന് ഇസ്രയേലിലെ തന്നെ ഇന്ത്യൻ എംബസി പറഞ്ഞ് അവിടെ നിൽക്കുന്ന ഇന്ത്യക്കാർക്ക് സമാധാനം കൊടുക്കുവാണ്, അവർക്ക് ആശ്വാസം കൊടുക്കുവാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒക്ടോബർ 7-ാം തീയതി ആരംഭിച്ച യുദ്ധത്തിൽ ഒരു മലയാളി, ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നത്. ഇന്നലെ വടക്കൻ ഇസ്രായേലിലെ മാർഗമായ ലിയറ്റില് നടന്ന ഒരു മിസൈൽ ആക്രമണത്തിലാണ് കൊല്ലം സ്വദേശിയായ നിബിൻ കൊല്ലപ്പെടുന്നത്. ആക്രമണത്തിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് 2 പേർക്ക് കൂടി പരിക്കേറ്റതായിട്ട് ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി പ്രസ്താവനയിൽ പറഞ്ഞു. പക്ഷേ ഇസ്രായേലിലെ ഒരു പൗരന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ പ്രാധാന്യം അവർ ഒരു ഇന്ത്യക്കാരന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇടുക്കി സ്വദേശികളായ ഒരു പോൾ മെൽവിൻ, ഒരു ബുഷ് ജോസഫ് ജോർജ്, ഇവര് 2 പേരാണ് പരിക്കേറ്റത്. മിസൈൽ ആക്രമണം നടക്കുന്ന സമയത്ത് ഇവര് 3 പേരും തോട്ടത്തിൽ കൃഷി ചെയ്യുമായിരുന്നു എന്നാണ് എംബസി പ്രസ്താവനയിൽ പറഞ്ഞത്. ഞങ്ങളുടെ ഏറ്റവും മികച്ച മെഡിക്കൽ സ്റ്റാഫിന്റെ ചികിത്സയിലാണ് പരിക്കേറ്റവരുള്ളത് എന്ന് ഉടനടി തന്നെ ഇന്ത്യക്ക് നിർദ്ദേശം നൽകുവാണ് ഇസ്രായേൽ. തീവ്രവാദം കാരണമോ അതല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഉപദ്രവം, മറ്റുള്ളവർ ഉപദ്രവം ഏൽപ്പിക്കുന്നത് കാരണം പരിക്കേൽപ്പിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന എല്ലാ പൗരന്മാരെയും ഇസ്രായേൽ ഒരേപോലെ പരിഗണിക്കുന്നു. കുടുംബങ്ങള് എല്ലാവർക്കും പിന്തുണയുണ്ടാകുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന്. എംബസി പറഞ്ഞു, എല്ലാ തരത്തിലുള്ള പിന്തുണയും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും. മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ സഹോദരനുമായി സംസാരിച്ചതായിട്ടാണ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ നൗർ ഗിലോൺ പറഞ്ഞത്. എന്നിട്ട് പോലും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു നവോത്ഥാന തൊഴിലാളി, ഒരു അന്തിച്ചർച്ചാ തൊഴിലാളി ഒരു അനുശോചനമെങ്കിലും അറിയിച്ചോ? ഇസ്രായേൽ അംബാസഡർ പറയുന്നു, അദ്ദേഹത്തിനും കുടുംബത്തിനും എന്റെ ഹൃദയംഗമായ അനുശോചനം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത്. കാരണം ഹമാസ് എന്നത് ഇസ്ലാം മത ഭീകരരാണ്, അവർ തീവ്രവാദികളാണ്. ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ടീം അവർ തീവ്രവാദികളാണ്, ഭീകരരാണ്. ഐസിസിൽ നിന്നുള്ള സിറിയയിൽ നിന്നുള്ള ഐസിസ്, ഈ ഭീകരരെ എതിർക്കാൻ നമ്മുടെ നാട്ടിലെ നവോത്ഥാന പ്രേമികൾക്ക് താല്പര്യമില്ലാത്തതിന് കാരണം നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മലയാളികൾ അവരോടൊപ്പമാണ് നിൽക്കുന്നത്, അവരെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ TN പ്രതാപനെ പോലെ, അതല്ലെങ്കിൽ NK പ്രേമചന്ദ്രനെ പോലെ ഇസ്ലാമിനെ താങ്ങി നിന്നാൽ, മുസ്ലിങ്ങളെ താങ്ങി നിന്നാൽ, അവരെ പ്രീണിപ്പിച്ചാൽ ഇവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താൻ ഇവർ തയ്യാറാകില്ല. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ കുറിച്ച് ബൈജു പറഞ്ഞു, അദ്ദേഹം ഒരിക്കല് ഒരു സ്കൂളിൽ പോകുവാണ്, ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോ കുറച്ച് കുട്ടികൾ, നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണത്, കുറച്ച് കുട്ടികൾ അടുത്ത് നിന്നിട്ട് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചു. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പൊ ഉമ്മൻചാണ്ടി തിരിഞ്ഞു നിന്നു. അപ്പൊ ഈ കുട്ടി എന്തോ വലിയ അപരാധം ഞാൻ ചെയ്തു പോയോ എന്ന് തോന്നിയിട്ട്, അയ്യോ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനും വിളിച്ചത് എന്ന് പറഞ്ഞു.
എന്നിട്ട് ഉമ്മൻചാണ്ടി അടുത്ത് വന്ന് ആ കുട്ടിയുടെ തോളിൽ പിടിച്ചിട്ട് ചോദിച്ചു, എന്താ മോൾക്ക് വേണ്ടത്? എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവന്റെ അച്ഛൻ തെങ്ങിന്ന് വീണു മരിച്ചുപോയി, അവന് വീടില്ല, ഉമ്മൻചാണ്ടി എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ കൂട്ടുകാരന് ഒരു വീടുണ്ടാക്കി കൊടുക്കുവോ? നിഷ്കളങ്കമായ ചോദ്യം. അപ്പോ ഈ കുട്ടിയുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ശരിയാണ്, അവര് പാവങ്ങളാണ്, അവർക്ക് ഉമ്മൻചാണ്ടി ഒരു വീടുണ്ടാക്കി കൊടുക്കുമോ എന്ന് കൂടെ നിന്ന 2ാം ക്ലാസ്സിലെ കുട്ടികൾ ചോദിക്കുവോ? ഉടനെ തന്നെ ഉമ്മൻചാണ്ടി ആ കുട്ടിയോട് കടക്ക് പുറത്ത് എന്നല്ല പറഞ്ഞത്, അടയ്ക്ക് വായെന്നല്ല പറഞ്ഞത്. ഉടനെ തന്നെ അവിടുത്തെ മുതിർന്ന അധ്യാപകനെ വിളിച്ചു. HM അല്ലല്ലോ അവിടെ ഉള്ളത്, സീനിയർ അധ്യാപികയാണ്. അവരെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് കാര്യം, ഈ കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ? ശരിയാണ്, ഇങ്ങനെ ഉണ്ടായി. ഉടനെ തന്നെ ഒരു ചെക്ക് എഴുതി കൊടുക്കുകയാണ്, ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇത്ര സെന്റ് സ്ഥലവും ഒരു വീടും വെച്ചു കൊടുക്കണം. ഇതായിരുന്നു ഒരു ജനപ്രതിനിധി. ഇങ്ങനെ ആശയപരമായി നിലപാടുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. അത് മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്നതാ. എനിക്കും ബൈജുവിനും ഇല്ലേ അഭിപ്രായ വ്യത്യാസങ്ങൾ? അത് നിലനിൽക്കുമ്പോഴും വസ്തുതകളിൽ ഊന്നിയ വിഷയങ്ങളിൽ നമ്മൾ ഐക്യപ്പെടുക തന്നെ ചെയ്യണം. നമുക്ക് വസ്തുതകൾ അടിസ്ഥാനപരമായിരിക്കണം, തെളിവുകൾ ഉദ്ധരിക്കണം, നമുക്ക് അതാണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലുമുണ്ടൊരു മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രിയും നമ്മുടെ ഉമ്മൻചാണ്ടിയും തമ്മിൽ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കണം. PC ജോർജ് ഒരു ആരോപണം ഉന്നയിച്ചതേ ഉള്ളൂ, മുഖ്യമന്ത്രി രാജിവെക്കണം. ശരി, നിങ്ങൾക്ക് എന്റെ സേവനം വേണ്ടെങ്കിൽ വേണ്ട. അപ്പോഴും അദ്ദേഹം ആ മുഖ്യമന്ത്രി കസേരയിൽ ചടഞ്ഞിരിക്കാനല്ല ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പോലും, ഉമ്മൻചാണ്ടിക്ക് പോലും ഇസ്രയേലിൽ മരിച്ച മലയാളിക്ക് വേണ്ടി ഒരു അനുശോചനം രേഖപ്പെടുത്തിയത് മിനിറ്റുകൾക്കകം പിൻവലിക്കേണ്ടുന്ന ഒരു സാഹചര്യം, ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിൽ ഉടലെടുക്കുകയാണ്. ഭയപ്പെടണം, നമ്മൾ കൂടുതൽ ഭയപ്പെടണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം തന്നെ വീണ്ടും ചൊറിയാൻ എടുക്കുന്നത്. ഇന്ന് SFIക്കാരുടെ ക്യാമ്പസില് SFIക്കാരായിരുന്നു വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. മനോരമക്കാരെ അവരുടെ മൈക്കുമായിട്ട് ഇവരുടെ പിന്നാലെ പോകുമ്പോൾ ആ പയ്യന്മാര് വളരെ വൈകാരികമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മള് കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ നമ്മൾ കൊത്തിവെക്കണം. ഇവിടെ ഇത് കലാലയമല്ല, ഇവിടെ ഉള്ളത് പുസ്തകങ്ങളും പേനകളും ഒന്നുമല്ല, ഇവിടെ ഉള്ളത് കൊലയാളികളാണ്. ഇവര് ഞങ്ങളെ ഇടിറൂമിൽ പിടിച്ചു നിർത്തി ഇടിക്കുവാണ്, ഒരു കാര്യവുമില്ലാതെ. അപ്പൊ ഒരു പയ്യൻ പറയുന്നുണ്ട്, ഞാൻ ക്യാമ്പസിൽ വെറുതെ ഇരുന്നതാ, അപ്പോഴേക്ക് വന്ന് എന്നെ അടിക്കുന്നു, ഇടിക്കുന്നു. ഏത് രൂപത്തിലാണ് നമ്മുടെ നാടിന്റെ പോക്ക് എന്ന് നോക്കിക്കേ. അതായത് എതിരാളികളുടെ കൈകളിൽ ഉള്ളത് മാരകായുധങ്ങളാണെങ്കിൽ മറു കൈയിലുള്ളത് മതമാണ്. അപ്പോൾ അവരെ എതിർക്കാൻ ഭയക്കുക തന്നെ വേണം. ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്, ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ചേട്ടാ 3 വർഷം കൊണ്ട് അനുഭവിക്കുന്നു. കയ്യിരിക്കുന്ന പിള്ളേരല്ല SFIക്കാർ, എല്ലാവരും SFIക്കാരാണ്. 3 വർഷം കൊണ്ട് ഒരു കാര്യമില്ലാതെ ഞങ്ങളെ യൂത്ത് റൂമിൽ വെച്ച് അടിച്ചൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു കൂട്ടാന്ന് കുത്തി, ഇനി നമ്മളോട് തയ്ക്കാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെ ഇവൻ യൂത്ത് റൂമിന്റെ മറച്ചുകൊടുത്തിരുന്നെന്ന് പറഞ്ഞു ഒരു കാരണമില്ല അടിച്ച് അവിടുത്തെ SFIക്കാരന്മാർ, യൂത്ത് മെമ്പർമാര്. അത് ചോദിക്കാനാണ് ഞങ്ങളെല്ലാം വന്നത്. ചോദിക്കാൻ ഞങ്ങളെല്ലാം പോയി. ഞങ്ങൾ 3 വർഷമായിട്ട് അനുഭവിക്കാം. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് പ്രതികരിക്കണം. ഞങ്ങൾ പോയി, ഞങ്ങളടുത്ത് പറഞ്ഞ് 15 മിനിറ്റ് നമുക്ക് സമാധാനം ഉണ്ടാക്കാന്ന് പറഞ്ഞ വെളിയിലുള്ള ഗുണ്ടകളെ സംസ്കൃത കോളേജിലുള്ള യൂത്ത് മെമ്പർമാരെല്ലാം വിളിച്ച് കോളേജിൽ കയറ്റിട്ട് ഗേറ്റ് പൂട്ടി ഞങ്ങളെടുത്ത് തിരിച്ചു. ഇടിക്കുന്നതിനിടയിൽ ഒരുത്തനെ കുത്തി. ഞങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്ന മെഡിക്കൽ കോളേജ് കൊണ്ട് പോലീസോട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ചേട്ടാ? പഠിക്കാത്തവന്മാർ കയറി, വെളിയിലുള്ളവന്മാർ കയറി വന്ന് അടിച്ച് എല്ലാത്തിനും അടിച്ചു. ഒന്നിനെ കുത്തി അങ്ങനെ പോലീസിൽ ആംബുലൻസ് ആശുപത്രി കൊണ്ട് അവന്മാർ കോളേജിന്റെ അത് പടിവാളും കത്തിയും കൊണ്ട് എല്ലാം ഉണ്ടായില്ല. ഇതെല്ലാം കൊണ്ട് കിട്ടിയതാ. നമുക്ക് നാളെ കോളേജ് വരാൻ പറ്റുന്നില്ല. അടിയായിരുന്നു അതിനകത്ത് വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു. വെളിയിലുള്ളവരകത്തുള്ളവർ യൂത്ത് മെമ്പർമാർ, അതിനകത്തുള്ള യൂത്ത് മെമ്പർമാർ, വേറെ ആരുമില്ല. യൂത്ത് ക്യാമ്പസ് ശരിക്കും അടിപൊളി. ഇതിന്റെ ചരിത്രമൊക്കെ എടുത്ത് നോക്കിയാൽ നല്ല അടിപൊളി ക്യാമ്പസ് ആയിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കുറേമാർ കയറിയാണ് തൊലിക്കുന്നത്. ഇതിൽ SFI എന്ന് പറഞ്ഞമാർ തൊലിക്കുന്നത് ഇതിന്റെ അകത്ത്. നമ്മൾ SFIക്കാരാണ്. ചെയ്യില്ലാത്ത കിടക്കുന്ന SFI അല്ല. ഒരു കോളേജ് ഞങ്ങൾക്ക് സ്വർഗം പോലെ, കോളേജ് ഞങ്ങൾക്ക് ഇഷ്ടം, അടിപൊളി കോളേജ്. പക്ഷെ ഇതിനകത്ത് കിടക്കുന്ന യൂത്ത് മെമ്പർ SFIക്കാരന്മാർ ഒരു ഗുണ്ടകളാണ് കേട്ടോ. പാർട്ടി മെമ്പറായിട്ട് SFI എന്ന് പറഞ്ഞ് പഠിച്ചത്. സ്കൂളിൽ പോയി പഠിച്ച SFI ഇതല്ല.
സ്വന്തം പാർട്ടിക്കാരെ സ്വന്തം പാർട്ടിക്കാരുടെ കുത്തറാണ്. ഇതിനു മുമ്പ് സ്വന്തം പാർട്ടിക്കാർക്ക് കുത്തിട്ടുണ്ട്. ഇപ്പോഴതൊന്നും കാണിച്ചത് അതില്ല കുത്തി. ഇവിടുത്തെ പൊട്ടാൻ പറ്റൂല, ഇവിടെ ഒരു പാട്ട് പാടാൻ പറ്റൂല, ഇവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ല. ഇവിടെ സ്വാതന്ത്ര്യം എഴുതി വെച്ചേ അരച്ചോട്ട് ഇരിക്കാൻ പോലും പറ്റും. അവന്മാർക്ക് യൂണിറ്റുള്ളവന്മാർക്ക് എന്നെ കൊണ്ടുവച്ച് എക്സാം എഴുതിച്ചു ബസ് വന്ന ടൈമിൽ അതിനൊന്നും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. ടീച്ചറെ, ഒരു നാടിന്റെ സംസ്കാരം നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ആ നാടിന്റെ വിദ്യാഭ്യാസം നശിപ്പിച്ചാൽ മതി എന്നുള്ളത് നമ്മുടെ നാട്ടിലേക്ക് അധിനിവേശം നടത്തിയിട്ടുള്ള വിദേശ മതങ്ങളായാലും അതല്ലെങ്കിൽ വിദേശ ശക്തികളായാലും അവർ ശ്രമിച്ചിട്ടുള്ളതൊക്കെ നമുക്കറിയാം. തക്ഷശിലയായാലും നളന്തയായാലും മാസങ്ങളോളം നിന്ന് കത്തി എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഭാരതത്തിന്റെ അറിവിന്റെ നിറകുടങ്ങളായിരുന്ന സർവകലാശാലകളായിരുന്നു. അതിന് തീയിട്ട് നശിപ്പിക്കുക തന്നെയായിരുന്നു ഇവർ വന്ന സമയത്ത് ചെയ്തത്. മറ്റ് ഒട്ടനവധി അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള അറിവിന്റെ നിറകുടങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ടും അറിയാം, ഒരു നാടിന്റെ സംസ്കാരം നശിപ്പിക്കാൻ ആ നാടിന്റെ ആളുകളുടെ ആ ഒരു ബുദ്ധിശക്തിയാണെങ്കിലും അവരുടെ പ്രവർത്തിക്കാനുള്ള കഴിവായാലും അത് നശിപ്പിച്ചുകൊണ്ട് അവരെ അടിമകളാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സുഖമായ രീതി വിദ്യാഭ്യാസ സിസ്റ്റം നശിപ്പിക്കുക എന്ന് തന്നെയാണ്. നമ്മൾക്കറിയാം, നമ്മുടെ 70കളിലൊക്കെ ജനിച്ചിട്ടുള്ള അവസാനത്തെ ആളുകൾക്ക്, 70നും 80നും ഒക്കെ ഇടയിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും അന്നത്തെ വിദ്യാഭ്യാസം അവസാനത്തെ ആയതുകൊണ്ടാണ് 70 to 80 ഞാൻ എടുക്കുന്നത്. അന്നത്തെ ആ വിദ്യാഭ്യാസവും ഇന്നത്തെ വിദ്യാഭ്യാസവും എന്താണ് എന്ന് നമ്മൾക്കറിയാം. നമ്മൾക്കൊക്കെ 4ലും 3ലും എത്തിയപ്പോൾ തന്നെ, അതല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ തന്നെ മലയാളം വായിക്കാൻ എല്ലാവർക്കും അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ന് 10ാം ക്ലാസ്സിലും +2നും പഠിക്കുന്ന ഒരു കുട്ടിക്ക് മലയാളം മര്യാദയ്ക്ക് എഴുതാനോ അതല്ലെങ്കിൽ വായിക്കാനോ പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എത്രയോ തെളിവ് സഹിതം നമ്മൾ കണ്ടതാണ്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ഒരുത്തനെ ഒരു 10 ലക്ഷമോ 12 ലക്ഷമോ ഉള്ള ഒരു സംഖ്യ പോലും കൂട്ടി വായിക്കാൻ അറിയാതെ 1, 1, 2, 3 എന്ന രീതിയിൽ ലോട്ടറിയുടെ നമ്പർ വായിക്കുന്ന പോലെ വായിക്കുന്ന ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി വീഡിയോ കണ്ടായിരുന്നോ? ഇത് ഈ സംഖ്യ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ മാധ്യമപ്രവർത്തകർക്ക് ഒരു സംശയം, ഇത് ശരിയാണോ? അപ്പോ ആ സംഖ്യ ഒന്ന് പറയുമ്പോഴേ 4, 2, 1, 5, 3, 0 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ 42 ലക്ഷം കൊണ്ടാണേ കക്ഷി പറഞ്ഞു. ആ വീഡിയോ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. എന്റെ ഉണ്ടത്. ഞാൻ ഇന്നൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. നോക്കോ, വളരെ രസമാണ്. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലെ 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,205,000 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. എത്രയാണെന്ന് കേട്ടോ? 4,205,000. അപ്പൊ മാധ്യമപ്രവർത്തകൻ പറയാല്ല, അക്കം ഒന്ന് പറഞ്ഞ, കാരണം പറയുന്നത് നമ്മുടെ ശിവനണ്ണനാണ്. ആ 4,205,000 പറയുന്നതാണ് 4,2,7,1,0,5. അപ്പൊ തന്നെ 42 ലക്ഷമായി കേട്ടോ. 4,2,7,1,0,5. അല്ല, ആ ഹ്യൂമർ ഒന്ന് മനസ്സിലാക്കിക്കോ. 4,2,7,1,0,5 ഇത് ഇദ്ദേഹം വായിക്കുവാണ്. 4,205,000. അദ്ദേഹത്തിന്റെ മുഖത്ത് ജനഗണമംഗള ടീം അത് ഒന്ന് നോക്കിക്കോ. വല്ല തനിക്ക് സംഭവിച്ച തെറ്റെന്താണെന്ന് മനസ്സിലാകുന്നത് നോക്കിക്കോ. 5 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. 4,2,7,1,0,5. 4,2,7,1,0,5. അതെത്രയാണ്? 4,205,000. അതിനകത്ത് 7,000 വന്നില്ല.
പിന്നെ പറഞ്ഞിട്ട് 2 കാര്യമില്ല. വന്നില്ല, അപ്പൊ 7 വന്നില്ല, 1 വന്നില്ല, 0 വന്നില്ല, 5 വന്നില്ല. അതെ, വിദ്യാഭ്യാസത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള കൂഷ്മാണ്ഡങ്ങളെ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നത് തന്നെ. ശരി, ബൈജു തുടർന്നോ, ഞാൻ ഇത്തരത്തിൽ ഇന്നിപ്പോ നമ്മൾക്കറിയാം SFI എന്ന് പറയുന്ന ആ ഒരു സംഘടന, ആ സംഘടനയുടെ S അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് അവിടെ ഒരു P ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി മാറുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്. അവരുടെ വിദ്യാർത്ഥി സംഘടനയും അതുപോലെ യുവാക്കളുടെ സംഘടനയും എല്ലാം കൂട്ടത്തിൽ നിരോധിച്ച് നമ്മൾ കണ്ടതാണ്. അന്ന് ഇന്നിപ്പോൾ ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ എന്നറിയപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടിലെ ഇസ്ലാമിക ഭീകരന്മാർ അവർ കൃത്യമായിട്ട് CPM-ലേക്കും കോൺഗ്രസിലേക്കും ലീഗിലേക്കും തുരുതുര എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലേക്കും ചേക്കേറിയ നമ്മൾക്കറിയാം. പക്ഷേ ഇവർ കൃത്യമായിട്ടും ഇസ്ലാമിക ഭീകരന്മാരെയുള്ള ഈ കുട്ടി ഭീകരന്മാർ SFI-ലേക്ക് തന്നെയാണ് കൂടുമാറിയിട്ടുള്ളത് എന്ന് നമുക്ക് ഈ പറയുന്ന സിദ്ധാർത്ഥിന്റെ മരണം എടുത്താൽ തന്നെ അറിയാൻ പറ്റും. അതിനു മുൻപ് അഭിമന്യു മഹാരാജാസിലെ അഭിമന്യുവിന്റെ കുത്തേറ്റ് മരിച്ച അഭിമന്യുവിന്റെ മരണം എടുത്താൽ അറിയാൻ പറ്റും. അന്നത് നിരോധിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ അന്ന് തന്നെ ഇവർ ഒളിഞ്ഞുകൊണ്ട് പകൽ SFI-യും വൈകിട്ട് PFI ആയി മാറുന്ന സിസ്റ്റം ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ന് SFI കൃത്യമായിട്ടും PFI ആയി മാറിയിരിക്കുന്നു. അതും പ്രധാന പ്രതികളായിട്ടുള്ള ആളുകളൊക്കെ ലവ് ജിഹാദിന്റെ രീതിയിലാണോ ഈ സിദ്ധാർത്ഥിനെ കൊല്ലപ്പെട്ടത്? അത് ഇന്നിപ്പോ ആ പെൺകുട്ടിയുടെ വാട്സപ്പ് ചാറ്റ് ഒക്കെ പുറത്തു വന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഈ പെൺകുട്ടി ഫെബ്രുവരി 12-ന് സംസാരിച്ച ആ ടോക്കും കാര്യങ്ങളും ഒക്കെ, അതിലൊന്നും കൃത്യമായിട്ട് ആ പെൺകുട്ടി പരാതി പറയുകയോ അതല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് ഒന്ന് കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ള പ്രചാരണമൊന്നും ശരിവെക്കുന്ന രീതിയിലല്ല ആ കുട്ടിയുടെ വാട്സപ്പ് ചാറ്റുകൾ. അത് ആധികാരികമാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. എന്നിരുന്നാലും പുറത്തായ വാട്സപ്പ് ചാറ്റുകൾ വെച്ച് നമ്മൾ ഉദ്ധരിക്കുകയാണെങ്കിൽ, മാത്രമല്ല ഇത്തരത്തിലെ ഈ കട്ട സഖാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ, നമ്മൾ ഈ നിബിന്റെ വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ LDF വരും, എല്ലാം ശരിയാവും എന്നാണ് ഈ നിബിൻ എന്ന് പറയുന്ന ഇസ്രയേലിലെ ആ യുവാവിന്റെ പ്രൊഫൈൽ പിക്ചർ. ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇടതുപക്ഷമോ വലതുപക്ഷമോ ആയിക്കോട്ടെ, ഏത് പക്ഷമായിക്കോട്ടെ, നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ വേണ്ട, നമ്മുടെ ഒരു മലയാളി കൊല്ലപ്പെട്ടു എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത രീതിയിലേക്ക് എത്രത്തോളമാണ് ഇവിടെ ഇസ്ലാമിക ഭീകരത ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നത് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ കൊല്ലപ്പെടുന്നവന്റെ ആ മതവും അതുപോലെ കൊല്ലുന്നവന്റെ മതവും രണ്ടും പ്രത്യേകത തന്നെയാണുള്ളത്. കൊല്ലപ്പെടുന്നവൻ കാഫിർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടത് കൊണ്ട് തന്നെ നിബിനായാലും നമ്മുടെ ഇടുക്കിയിലെ സൗബി ആയാലും അവർക്കൊന്നും നീതി ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഇസ്രയേലിൽ മലയാളികൾ കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ മറ്റ് രാജ്യക്കാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് പലസ്തീനിൽ ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കാത്തത് എന്ന് കൂടി നമ്മളിവിടെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. കാരണം ആരും പലസ്തീനിലേക്ക് ജോലി തേടി പോകുന്നില്ല. കാരണം നമുക്കറിയാം, പാകിസ്ഥാൻ ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും ഇതുപോലെ ശ്രീലങ്കയായാലും ഈ പറയുന്ന ബംഗ്ലാദേശ് ആയാലും തകർന്നമർന്നിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളായാലും ചെറിയ സാമ്പത്തിക അവസ്ഥയുള്ള രാജ്യങ്ങളായാലും അവിടേക്കൊന്നും മലയാളികളല്ല ഒരു ഇന്ത്യക്കാരനും ഒരു രാജ്യക്കാരനും ചെല്ലുന്നില്ല. അത്തരത്തിൽ തന്നെയാണ് പലസ്തീനിൽ നിന്ന് ഒരു മലയാളിയുടെ ഇന്ത്യക്കാരന്റെ പേര് കേൾക്കാത്തത്. ഇവിടെ പലസ്തീന് വേണ്ടി യോജിക്കുന്ന ഈ ഇസ്ലാമിക നാമധാരികളായിക്കോട്ടെ, SFI എന്ന് പറയുന്ന പാർട്ടി, ആ കുട്ടി സഖാക്കന്മാരായിക്കോട്ടെ, DYFI ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഇനി കോൺഗ്രസ്സുകാരായിക്കോട്ടെ, ഇവരാരും എന്തുകൊണ്ട് പലസ്തീനിൽ പോയിക്കൊണ്ട് ജോലി ചെയ്യുന്നില്ല എന്നുള്ളതും പലസ്തീന് വേണ്ടി ഹമാസിൽ ചേർന്ന് ഇവർക്ക് വേണ്ടി പടപൊരുതാൻ പോകുന്നില്ല എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് അന്നം കൊണ്ടുവരുന്ന സഹോദരന്മാർ തന്നെയാണ് ഇസ്രയേലിൽ കൃത്യമായിട്ടും ആയിരക്കണക്കിന് ആളുകളുള്ളത്. അവരുടെ സുരക്ഷയും അവരുടെ ആ ഒരു ജോലി ഭദ്രതയും എല്ലാം എത്രത്തോളമാണ് ഇസ്രയേൽ നോക്കുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ നാടിന്റെ യശസ് ഉയർത്താനോ, നമ്മുടെ നാട്ടിലേക്ക് സാമ്പത്തിക അവസ്ഥ കൊണ്ടുവരാനോ, നമ്മുടെ നാട്ടിൽ ജോലിയില്ലാത്ത എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞിരുന്നു കൊണ്ട് സമരം ചെയ്യുന്നു. മുട്ടിലിഴഞ്ഞിട്ടായാലും വേണ്ടില്ല, തല മൊട്ടയടിച്ചിട്ടായാലും വേണ്ടില്ല, പല രീതിയിൽ സമരം ചെയ്യുമ്പോഴും അവർക്ക് മുൻപിലൂടെ പരിഹാസ ചിരിയുമായി കോടിക്കണക്കിന് രൂപ ഈ കട്ടുമുടിച്ച മന്ത്രിമാരും MLA-മാരും കടന്നു പോകുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ആ ഒരു അവസ്ഥയിൽ ഇസ്രയേൽ ജോലി ചെയ്യുന്ന മലയാളികളോട് പോലും നീതി പുലർത്താൻ പറ്റാത്ത ഈ മലയാളി സമൂഹം എത്രത്തോളം അധപ്പതിച്ച് എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സുസ്ഥിരത, ഈ കേരളത്തിന്റെ നാശം എത്രത്തോളം അഗാധമായ രീതിയിലായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും അതുകൂടി ഒന്ന് ടീച്ചർ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട്. ഈ ജോലിയിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത്. കാരണം ഇസ്രയേലിലാണല്ലോ മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. പക്ഷെ അത് ബൈജുന് തെറ്റിപ്പോയി. സിറിയയിലും പലസ്തീനിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ ഇവിടെ നിന്ന് ധാരാളം ആളുകൾ പോകുന്നുണ്ട്. അത് ജോലി ചെയ്യാനല്ല. അവിടെ ഇരുമ്പ് ജെട്ടിക്ക് നല്ല മാർക്കറ്റാണ്. പിന്നെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഒന്നും അത്ര പോരാ. അപ്പോ സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ഉമ്മർക്കോയ ഡോക്ടറെ കാണിച്ചിട്ടേ സുഖമില്ല. അപ്പോ നമ്മളിനിയും പിന്നെ വേറെ ഡോക്ടറെ അലി ഡോക്ടറെ എന്ന് കാട്ടിയിട്ട് വരട്ടെ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒന്നും കാണിച്ചിട്ട് അത്ര സുഖം പോലെ. ഇവിടെ ആണെങ്കിൽ കുറെ അമ്പലങ്ങള്, കുറെ ചർച്ചുകള്, പിന്നെ കുറെ നമ്മുടേതായിട്ടുള്ള കുറെ ആഘോഷങ്ങള്,
ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ചുമ്മാ രാവിലെ ഒരു പള്ളിയിൽ ബോംബ് പൊട്ടുക, ഉച്ചയ്ക്ക് ഒരു പള്ളിയിൽ സ്ഫോടനം നടത്തുക, വൈകിട്ട് വേറൊരു പള്ളിയിൽ തല വെട്ടുക, എന്ത് രസകരം. ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിക്കാനാണ് അവർക്ക് ഇഷ്ടം. 100 കണക്കിന് ആളുകൾ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. ഒരു പക്ഷേ ഞാനൊക്കെ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അശോകൻ പൊന്നമ്മ ദമ്പതികൾ ബിന്ദു സമ്പത്ത് ചാനലുകളിൽ കയറി ഇറങ്ങിയതുപോലെ കയറി ഇറങ്ങുമായിരുന്നു. കാരണം അഖില ഹദിയ പോകാൻ ഉദ്ദേശിച്ചിരുന്നതാണ് യമനിലേക്ക് ആടുവയ്ക്കാൻ. ആ പെൺകുട്ടി എന്നോട് നേരിട്ട് സംസാരിച്ചതാണ് ആ വിഷയം. അതാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോകാനിരുന്ന. എന്നാണിപ്പോ ലൈംഗിക അടിമയായിട്ടൊക്കെ സുന്ദരമായിട്ട് ജീവിക്കാമായിരുന്നു. പോട്ടെ, നമ്മളിപ്പോ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ തന്നെ കാരണം പ്രധാനമായും കലാലയങ്ങൾ കൊലക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈജു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മഞ്ചേശ്വരം GPM ഗവൺമെന്റ് കോളേജിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗമാണെന്ന് തോന്നുന്നു ഒരു പ്രൊഫസർ ഡോക്ടർ രമ, അവര് ചില കാര്യങ്ങൾ സ്പഷ്ടമായും വ്യക്തമായും ഈ വിഭാഗത്തിനെതിരെ തുറന്നു പറഞ്ഞു. അവർക്കെതിരെ ഇപ്പോ വകുപ്പ് തല നടപടി എടുക്കുകയാണ് സർക്കാർ. എന്തിനാണെന്നറിയാമോ? ഇവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞു പോയി. പട്ടാപ്പകല് അവര് പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി അവരോട് പറയുകയാണത്രേ, ഭാര്യയും ഭർത്താവും എന്താ ബെഡ്റൂമിൽ ചെയ്യുന്നതെന്ന് അറിയണോ? ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഒപ്പം പോരെ, ക്യാമ്പസിൽ വന്നാൽ മതി, ഞങ്ങൾ ഇത് കാണിച്ചു തരാമെന്ന്. അത് അവരത് തുറന്നു പറഞ്ഞു. ഇപ്പോ ഇത് സംബന്ധിച്ച്, അതായത് ഈ രമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മാർച്ച് 12-ാം തീയതി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന ഒരു ഹിയറിംഗിൽ പങ്കെടുക്കാൻ രമയ്ക്ക് നോട്ടീസ് അയച്ചേക്കുവാണ്. രമ എന്താ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു ഇവര്, ഡോക്ടറാണ് അവര്. ഇവരെ അന്വേഷണ നടപടികളുടെ ഭാഗമായി ഈ തലസ്ഥാനത്ത് നിന്ന്, അവരിപ്പോ തലസ്ഥാനത്ത്, അവരിപ്പോ ഏത് സ്ഥാനത്താണുള്ളത്? ഒരു പ്രിൻസിപ്പളാണ്. ആ സ്ഥാനത്ത് നിന്ന് അവരെ നീക്കം ചെയ്ത് മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്ക് സ്ഥലം മാറ്റി. തുടർന്നാണ് അവര് ഡെപ്യൂട്ടി ഡയറക്ടറെ സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിക്കുന്നു. SFIയുടെ പരാതിയാണ് പരിഗണിക്കുന്നത്. എന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ, ഇടപെട്ടിട്ടാണ് ഡോക്ടർ രമയെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് സ്ഥലം മാറ്റിയത്. ഇതാണ് ആരോപണം ഉയരുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ SFI നേതാക്കളുടെ പ്രവേശനവും അതുപോലെ വിദ്യാർത്ഥികൾക്കിടയിലെ വ്യാപകമായ ലഹരി ഉപയോഗവും ഇവര് തടഞ്ഞുപോയി. ഇതാണ് ഇവര് ചെയ്ത തെറ്റ്. അപ്പോ ഒരിക്കലും ഈ കലാലയങ്ങളിൽ നടക്കുന്ന ഇത്തരം കൃത്യങ്ങൾക്കെതിരെ പ്രതികരിക്കരുത്. പ്രതികരിച്ചു പോയാൽ അവർക്കെതിരെയായിരിക്കും അടുത്ത നടപടി ഉണ്ടാകുന്നത്. ഇതിപ്പോ സിദ്ധാർത്ഥൻ 2 മുസ്ലിം പെൺകുട്ടികൾ, ഇന്ന് കൃത്യമായി ആരാണ് പറഞ്ഞത്? നമ്മുടെ SP ഉണ്ടല്ലോ, റിട്ടയർഡ് SP ജോർജ് ജോസഫ് സർ, അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ആ കാഴ്ചക്കാരായ പെൺകുട്ടികളെ അടക്കം തൂക്കിലേറ്റണം, അതിനപ്പുറം ഒരു ശിക്ഷയും അവർക്കിനി നൽകാനില്ല എന്നാ പറഞ്ഞത്. ഈ രമ എന്ന് പറയുന്ന ആള് വളരെ കൃത്യമായിട്ട് അവര് എന്താണ് ക്യാമ്പസിനകത്ത് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാം. ഇവർ ഔട്ട്സൈഡേഴ്സ് വരുന്നിട്ട് നമ്മളെ പെൺകുട്ടികളെ ഇവരെല്ലാം നശിപ്പിക്കുവാണ്. ഇമ്മാനുവൽ അടക്കം എന്റെ അടുത്ത് കുട്ടികളെ പരാതിയുണ്ട്. ഓനയുടെ പെൺകുട്ടികളെ നശിപ്പിക്കാനാണ് വരുന്നത്. ഇവരെ വിചാരം എന്നെ കൊന്നു കഴിഞ്ഞാൽ ഈ കോളേജിൽ പിന്നെ ഞാൻ ഈ ടീച്ചറായിട്ട് ഇവിടെ ഉണ്ടായിക്കൂടാന്നാണ് ഇവരെ വിചാരം. മത്സ്യമരുന്ന് ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട്. പിന്നെ സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും ചെയ്യും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അത്ര രൂപത്തിലാണ് ക്യാമ്പസുകളിൽ നടക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താണോ ബെഡ്റൂമിൽ ചെയ്യുന്നത്, നിങ്ങൾ ക്യാമ്പസിലേക്ക് വരൂ, ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോ ഇവരെ പൂർണ്ണമായി സ്വാതന്ത്ര്യം നൽകി ആരെ വേണമെങ്കിലും വെട്ടാം, ആരെ വേണമെങ്കിലും കൊല്ലാം, എന്തും ചെയ്യാം, അഴിച്ചുവിട്ടിട്ടാണ്. ഇന്നും ക്യാമ്പസിനകത്തിട്ട് ഒരു പയ്യനെ വെട്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് ആ SFI യുവാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ക്യാമ്പസ് ഫ്രണ്ടുമാരുണ്ടാകാതിരിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതുപോലെ S മാറ്റി P ആക്കി കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഇവര് തന്നെയല്ലേ നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് തടയിടാൻ, ഇതിനെ പ്രതിരോധിക്കാൻ, ഇതിനെതിരെ ശബ്ദിക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറാകാത്തതിന് കാരണം ഇത് തന്നെയാണ്. അതായത് ഇപ്പോ ഹമാസ് ഭീകരരെ വളർത്തിക്കൊണ്ടുവരുന്നു, ISIS ഭീകരരെ വളർത്തിക്കൊണ്ടുവരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത് കൊണ്ട്
ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഇല്ലെന്നാണോ വിചാരിക്കുന്നത്? 4-5 ലക്ഷം അണികൾ ഇവിടെ പോയി. അവരിപ്പോൾ ഇതുപോലെയുള്ള പാർട്ടികളിലുണ്ട്. അവർ അവിടെ സ്ലീപ്പർ സെല്ലുകളാണ്. ഒരു അവസരം വരുമ്പോൾ കൃത്യമായി അവർ അവരുടെ പക്കൽ ഇരിക്കുന്ന ആയുധം എടുത്തവർ അത് പ്രയോഗിക്കും. ഒരു സംശയവുമില്ല. ആരെങ്കിലും ഇതിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ആയുധമെടുക്കുന്നു. ബൈജു, ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഒരു സിനിമയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കലാലയങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് ആ സിനിമ വളരെ 1 മിനിറ്റ് 30 സെക്കൻഡും കൊണ്ട് മോഹൻലാലിന്റെ ഒരു ചിത്രമാണ് പറഞ്ഞു തരും. കൊലകളും പ്ലാന്റാണ്. അതിനൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ തികയില്ലായിരുന്നു. എന്നിട്ട് വിമാനമൊക്കെ പിടിച്ച് അകത്തിട്ട് വന്ന് ചെയ്യാന്ന് കരുതിയാ. ഇപ്പൊ കണ്ടില്ലേ, മോളിൽ നിന്ന് ഫോൺ വരും വിട്ടാണെന്ന്. കാരണം എനിക്കറിയാം, രാഷ്ട്രീയക്കാരുടെ ചട്ടങ്ങളാണല്ലോ ഈ നാട്ടിലെ കോളേജ് വിദ്യാർത്ഥികൾ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാളെ കുറിച്ച് ഭയമുള്ളവരാണ്. നാളത്തെ ഈ നാടിന്റെ സ്ഥിതിയെ കുറിച്ചല്ല, നാളത്തെ അവരുടെ ഭരണ കസേരയെ കുറിച്ച്, നാളത്തെ അവരുടെ ശക്തി കൂട്ടാൻ വേണ്ടിയാണ് വിദ്യാലയങ്ങൾക്കുള്ളിൽ യൂത്ത് വിങ്ങൾ എന്ന പേരിൽ രാഷ്ട്രീയത്തിന്റെ വിത്തുകൾ അവർ വിതയ്ക്കുന്നത്. യുവത്വത്തിന് ഒരു എടുത്തിയാട്ടം ഉണ്ടല്ലോ, അതിനെ ചൂഷണം ചെയ്യാൻ ഈ പല റാസ്കലുകൾ കുട്ടിക്കൊരനെ കൊണ്ട് ചോറ് വാരിക്കുക. എന്നിട്ട് ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് ഈ കുട്ടി നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്നത് എന്താണെന്നറിയാമോ? തമ്മിൽ തല്ലുക, വെട്ടുക, കുത്തുക, പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുക. ഇതിന്റെ ലാഭം തെരുവ് ഗുണ്ടകൾക്കും കോളേജ് ഗുണ്ടകൾക്കും നേതാക്കന്മാർക്കും പാർട്ടിക്കും. നഷ്ടം സാധാരണക്കാരായി പഠിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുട്ടികൾക്ക്. നേതാക്കന്മാരും കോളേജ് ഗുണ്ടകളും മാസ് ടോപ്പിംഗ് നടത്തിയും മാർക്ക് ലിസ്റ്റ് തിരുത്തിയും ക്ലാസ്സോടെ ജയിക്കും. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഭാവിയിലെ നേതാക്കന്മാരും ഒക്കെ ആയിത്തീരും. ഫോറിൻ കാറുകളിൽ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോൾ പണ്ട് ഉമ്മാരോടൊപ്പം മാവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച ബസിന്റെ ചില്ലുകളിൽ ഉമ്മാരോടൊപ്പം മാവേശത്തോടെ എറിഞ്ഞു തകർത്ത ആത്മസുഹൃത്തുക്കളായിരുന്ന സാധാരണക്കാർ അവശത കൊണ്ട് കരിപാളിച്ച മുഖവുമായി തെരുവിൽ നിൽക്കുന്നത് ആരും കാണില്ല. ഇതിലൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യണം മിസ്റ്റർ? എന്ത് പോക്കറ്റ് കാണിച്ച് ആരവസ്ഥ ചെയ്താലും അവരെല്ലാം ഓരോ പാർട്ടി പ്രവർത്തകരായിരിക്കും. അത് തേച്ചു മാറ്റിയാലും ഓരോ പാർട്ടിക്കാർ വരും. മിനിസ്റ്റർമാരെ പ്രൈവറ്റ് സെക്രട്ടറികളും ഇവരുടെയൊക്കെ ചെരുപ്പ് തക്കുന്ന പട്ടികളുടെ ഈ നാട്ടില്. പിന്നെ ഇവിടുത്തെ പോലീസുകാരുടെ ഈ നാട്ടിൽ എന്ത് ചിരക്കാനാ? സത്യമല്ലേ? കൃത്യമായിട്ടുള്ള അവലോകനമല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സിനിമ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ആലോചിച്ചു നോക്ക്. ഈ രാജാവിന്റെ മകനാണ്. യുവാക്കളുടെ എടുത്തുചാട്ടത്തെ രാഷ്ട്രീയക്കാർ ചട്ടുകമായി അവർ അത് ചൂഷണം ചെയ്ത് ഉപയോഗിക്കുന്നു. ഇത് തന്നെയല്ലേ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ക്യാമ്പസിൽ നടക്കുന്നത് ഒരർത്ഥത്തിൽ നാളെ ഐസിസുകാരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആലയമായിട്ടാണ്. ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു കില്ലർ സ്ക്വാഡ് ഉണ്ടായിരുന്നു. ആദ്യം ഒരു ഹിറ്റ് ലിസ്റ്റ് ഇട്ടു. ഹിറ്റ് ലിസ്റ്റിന് കുറച്ച് ആളുകൾ, പിന്നീട് ഒരു കില്ലർ സ്ക്വാഡ്. ആ കില്ലർ സ്ക്വാഡിന്റെ നേതാക്കന്മാരായിരുന്നു സിദ്ദീഖാപ്പനെ പോലെയുള്ള ആളുകൾ. പിന്നെ ജാഫർ തടിയന്റെ അവിടെ. ഇവന്മാരുടെ പരിശീലന കേന്ദ്രം എന്താ? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെ അടിച്ചാലാണ് അവൻ വീഴുന്നത്, എവിടെ അടിച്ചാലാണ് അവൻ വീഴുന്നത്. കാരണം അവൻ എഴുന്നേക്കരുതല്ലോ. അതുകൊണ്ട് വളരെ കൃത്യമായി പരിശീലന കളരികളിൽ അഭ്യസിച്ചിട്ടാണ് ഇവരിത് വരുന്നത്. ആലോചിക്കണം. സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രസക്തമായ ഭാഗങ്ങളൊന്ന് വായിക്കണം. ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റത്തില്ല. അവന്റെ മസിലുകളൊക്കെ തകർന്ന് തരിപ്പണമായിരുന്നു. പ്രവാസ ജീവിതം നയിച്ച് ആ മനുഷ്യൻ ഈ മകന്റെ ഭാവിയെ കുറിച്ച് മാത്രം ആകുലപ്പെട്ടു വളർത്തുക. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ പിടിച്ച് ഒരു പിതാവ് ഇത് കാണുവാണ്. അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് താടിയെല്ല് തകർത്ത് ഒരു മനുഷ്യനോടാണ് ഈ ചെയ്യുന്നത്. നട്ടെല്ലിന്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെ മാരകമായ രൂപത്തിൽ പരിക്കുകള്. ബൈജു, നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താല് ഒരു വഴക്ക് പറയും, ഒരു ചെറിയൊരു അടിയോ നുള്ളോ ഒക്കെ കൊടുത്താല് അന്നത്തെ ദിവസം നമ്മുടേത് നഷ്ടപ്പെടും. കാരണം നമ്മൾ ചിന്തിക്കും അവര് നമ്മളെ തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമ്മൾ അവരെ അടിച്ചത്. പാവം, നമ്മളായിട്ട് അതുങ്ങളെ വേദനിപ്പിച്ചു. ആ പിള്ളേരത് മറക്കുന്നത് വരെ നമ്മൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ തയ്യാറാകും. ഇനിയിപ്പോ എതിർക്കാൻ കഴിയാത്ത ഒരാളെ നമ്മൾക്ക് ഒരടി അടിക്കാം. രണ്ടാമത്തെ അടിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി ഉണർന്ന് പ്രവർത്തിക്കും. എന്തിന് അല്ലെ? നമുക്ക് വേദനിക്കുന്നത് പോലെ തന്നെയാണ് അയാൾക്കും വേദനിക്കുന്നത്. 150 മരവാഴകളുടെ മുമ്പിലിട്ട് ഈ പയ്യനെ, എതിർക്കാൻ ശേഷിയില്ലാത്ത പയ്യനെ ബെൽറ്റുകൾ പൊട്ടുമാറ് രൂപത്തിൽ അടിച്ചിങ്ങനെ അവശനാക്കി എന്ന് പറയുമ്പോൾ ഈ 150 പേര് നാളെ ഏത് സിരാ കേന്ദ്രങ്ങളിൽ വിരാജിച്ച് നമ്മുടെ നാടിന് സേവനം അനുഷ്ഠിക്കാനാ? തോളില്
ആഴത്തിലുള്ള 2 മുറിവുകൾ ഉണ്ടല്ലോ, എന്തിന്റെ പേരിൽ ഉണ്ടായതാണ് എന്ന് ഇപ്പോഴും ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിട്ടില്ല. ശരീരത്തിലെ 10-ലധികം മുറിവുകൾ, നെഞ്ചിലെ നീളത്തിലെ കല്ലിച്ച 13 മുറിവുകൾ ബെൽറ്റിനടിച്ച പാടുകളാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നെഞ്ചിന്റെ നടുഭിത്തിക്കു കുറുകെ മാരകമായ ഒരു മുറിവ്. ആ പയ്യൻ അനുഭവിച്ച വേദനയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞങ്ങളിൽ ഒരാളാണ് ഈ കിടക്കുന്നത് എന്ന് ആ ചുറ്റും നിൽക്കുന്ന ഒരാൾക്ക് പോലും തോന്നിയിട്ടില്ല. അതുപോലെ കക്ഷത്തിന്റെ താഴെ വാരിയെല്ലിൽ 1-ലധികം ചെറിയ മുറിവുകൾ, അതായത് ചവിട്ടി കയ്യും കാലം പിടിച്ചൊടി, അതായത് ഇവനിനി എഴുന്നേൽക്കരുത്, ഒരിക്കലും ഇവനെ ജീവനോടെ പുറത്തു വരരുത്. അടിവയറിന്റെ മുൻവശത്ത് നീല കലർന്ന ചുവപ്പ് നിറം, അതായത് അടിച്ചിടത്ത് തന്നെ പിന്നെയും അടിക്കുമ്പോഴുണ്ടാകുമല്ലോ ഒരു അടയാളം, ആ അടയാളം. ചെറുകുടലിനും വൻകുടലിനും ഗുരുതരമായ പരിക്കുകൾ, ക്രൂരമായ പീഡനവും അതേ തുടർന്ന് നടത്തിയ കൊലപാതകവുമാണ് ഇത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച മാതാപിതാക്കൾ നെഞ്ചു പൊട്ടിക്കരയുക. സ്ഥിരബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുന്ന മജ്ജയും മാംസവുമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമോ ഈ ക്രൂരത ചെയ്യാൻ തങ്ങളിൽ ഒരുത്തനോട്? പക്ഷേ ഞങ്ങൾക്ക് കഴിയും എന്ന് കുറച്ച് SFI യുവാക്കൾ തെളിയിക്കുവാണ്. എന്തിന്റെ പേരില്, എന്തിനു വേണ്ടി ചെയ്തു? ഒരു തട്ടമിട്ട പെൺകുട്ടിയോടൊപ്പം ഡാൻസ് കളിച്ചു പോയി, വാലന്റൈൻസ് ഡേ ആഘോഷിച്ചു പോയി. അപ്പോ സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരൻ തട്ടമിട്ട പെൺകുട്ടിയോടൊപ്പം അവിടെയാണ്. അതല്ലാതെ വെറും ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രശ്നമല്ല ഇത്. കൃത്യമായി കമാൽ പാഷ സാറ്, അതുപോലെ ജോർജ് ജോസഫ് സാറ്, അദ്ദേഹമൊക്കെ ഈ വിഷയത്തിൽ അവലോകനം നടത്തുന്നുണ്ട്. ഈ കാപാലികർക്ക് നമ്മുടെ ചെലവിൽ 3 നേരം സുഭിക്ഷമായി ഉണ്ടുറങ്ങാനുള്ള സൗകര്യം ഈ സർക്കാർ ചെയ്യാൻ പാടില്ല. അവരെ തൂക്കിലേറ്റുകയാണ് ചെയ്യേണ്ടത്. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവർക്ക് കൊടുക്കാൻ പാടില്ലെന്നുള്ളതാണ്. ആലോചിച്ച് നോക്കിക്കോ. ഇപ്പൊ നമുക്കറിയാം, കുറെ മാസങ്ങൾക്ക് മുൻപൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. പട്ടികളിൽ വെട്ടിപ്പടിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ നമ്മുടെ ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. അത് പോപ്പുലർ ഫ്രണ്ട് SDPയുടെ ഈ ഭീകരവാദികൾ ചെയ്തതായിട്ടൊക്കെ നമുക്ക് അറിയാമായിരുന്നു. മറ്റൊന്നാണ് ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടത്, വനാന്തരങ്ങളിൽ മൃഗങ്ങൾ പോലും ഭയക്കുന്ന അത്ര കണ്ട് ആ അഗാധ വനാന്തരങ്ങളിൽ ഇതുപോലുള്ള ഇസ്ലാമിക കൊടും ഭീകരതയുടെ പരിശീലന കളരികളൊക്കെ ഇവർ ഏർപ്പാടാക്കിയെന്ന് നമുക്കറിയാം. ഇന്ന് അത് എല്ലാതും ഇതുപോലുള്ള SFI കോട്ടകളിലേക്ക്, SFIയുടെ S കളഞ്ഞുകൊണ്ട് P ആക്കി മാറ്റിക്കൊണ്ട് കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും മാറിയത് തന്നെയാണെന്ന് കൃത്യമായിട്ടും ഈ സിദ്ധാർത്ഥിനോട് ചെയ്തിട്ടുള്ള ഈ കൊടും ക്രൂരതകൾ ടീച്ചറെ എണ്ണി പറഞ്ഞിട്ടുള്ള ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആയാലും കൃത്യമായിട്ടുള്ള വാർത്താ ചാനലുകളിലൂടെ വന്നിട്ടുള്ള വിവരങ്ങളൊക്കെ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നാണ്. എന്നിട്ടും ഇന്നും മലയാളി ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അതിലും ഇസ്ലാമിക നാമധാരികളാണ് മുന്നിട്ട് വരുന്നതെന്ന് കാണുമ്പോൾ ഏതാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ, അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം ഭീകരർ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കുട്ടിയായിരുന്നെങ്കിൽ, ഇവിടെ മലയാളി എപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്, എനിക്കെന്താ പ്രശ്നം, സിദ്ധാർത്ഥ് അവൻ കൊല്ലത്തോ എവിടെയോ കിടക്കുന്ന വയനാടോ, എന്റെ മോൻ അവിടെയൊന്നും അല്ല പഠിക്കുന്ന ചിന്താരീതിയോടുകൂടി കൊണ്ട് നടക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പൊന്നോമന മകൾക്കായിക്കോട്ടെ, നിങ്ങളുടെ പൊന്നോമന പുത്രനായിക്കോട്ടെ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ, നിങ്ങളുടെ വീട്ടിനുള്ളിൽ മറ്റാർക്കെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും മലയാളി നിന്റെ പ്രതികരണം? അന്നും ഇതുപോലെ പൊതുജനം നിന്റെ വീട്ടിൽ സംഭവിക്കുമ്പോഴും അത് അവന്റെ വീട്ടിലത്തെ കാര്യമാണല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന് ചിന്തിക്കുക. ഇന്ന് ആ അച്ഛനായാലും ആ അമ്മയായാലും ആ അമ്മയുടെ ആങ്ങളെയായാലും ഇവർ നിരന്തരം മാധ്യമങ്ങളോട്, അമ്മ ഇതുവരെ ഒരു വാക്ക് ഊരിയാടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് അതിന് പറ്റുന്നില്ല. കാരണം ആ അമ്മയുമായിട്ടായിരുന്നു സിദ്ധാർത്ഥിന് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത്. അച്ഛൻ വിദേശത്തായത് കൊണ്ട് അമ്മയോട് എല്ലാ ദിവസവും വിളിച്ച് എല്ലാ കൊച്ചു കുഞ്ഞ് പറയുന്ന പോലെ തന്നെ ഇന്ന് ആ കുഞ്ഞിന്റെ അനിയന്റെ
ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. ആ അനിയൻ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഞങ്ങളുടെ ചേട്ടൻ എന്തായിരുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ടും പറയുന്നുണ്ട്. ആരാണ് ഇത് ചെയ്തതെന്നൊക്കെ ആ ചെറിയ കുട്ടി പോലും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മലയാളിയുടെ വീട്ടിൽ സംഭവിക്കാത്തിടത്തോളം കാലം മലയാളിക്ക് ഇതൊരു വിഷയമാവാതിരിക്കുക. എന്നാൽ മറ്റ് ഉത്തരേന്ത്യൻ അതല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റുകളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ മലയാളിക്ക് പിന്നെ ഉറക്കമില്ലാത്ത രാവുകളാണ്. അവിടെ സമരത്തിനും അതല്ലെങ്കിൽ അവിടേക്ക് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടു കൊടുക്കാനൊക്കെ വേണ്ടി മിനക്കിടുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾക്കറിയാം, ഇപ്പോ അഫ്താക്കോ എന്താ ഒരു ബീഫിന്റെ രീതിയിൽ കൊല്ലപ്പെട്ട അഷ്താക്കാണെന്ന് തോന്നും. ആ ചെങ്ങാതിയുടെ വീട്ടിലേക്ക് ഞാനടക്കമുള്ള ടീച്ചറടക്കമുള്ള ഈ നമ്മുടെ കാണുന്ന പ്രേക്ഷകരടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് 10 ലക്ഷവുമായി കുതിച്ച പിണറായി വിജയനെ നമ്മൾ കണ്ടതാണ്. ഇന്ന് പിണറായി വിജയന്റെ മറ്റൊരു മന്ത്രിയുള്ള ചിഞ്ചുറാണി എന്ന് പറയുന്ന ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മൃഗങ്ങളെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസം വന്നത് നമ്മൾ കണ്ടു. അവർ അംഗീകരിക്കുന്നില്ല അത്ര. അതായത് ഡീനായാലും ഈ പറയുന്ന ഇതിനു വേണ്ടി കൂട്ടുനിന്ന ആ കോളേജ്, ഈ സർവകലാശാലയിലെ അധികാരികളെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഓർഡർ വന്ന സമയത്ത് അതിനെ സർക്കാർ അനുകൂലിക്കുന്നില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന രീതിയിലൊക്കെ ഒരു മന്ത്രി രംഗത്ത് വരിക. പിണറായി വിജയൻ ഇതുവരെ ആ വീട്ടിലേക്ക് ചലിക്കാതിരിക്കുക. മറ്റൊട്ടേറെ ജനപ്രമുഖരായിക്കോട്ടെ അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖരായിക്കോട്ടെ, ഇവരെല്ലാവരും ആ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് അച്ഛനെയും അമ്മയെയും ആംഗ്ലയും അടക്കമുള്ള ആളുകൾക്ക് ആശ്വാസമേകുമ്പോൾ മലയാളി പുച്ഛത്തോടുകൂടി ഇവിടെയുള്ള ഇസ്ലാമിക ഭീകരതയുടെ ആ ഒരു കരാളഹസ്തം തന്റെ വീട്ടിലേക്ക് എത്തും വരെ കാത്തിരിക്കുന്ന മലയാളി. നിന്നോട് മറ്റൊന്നും കൂടി പറയാനുണ്ട്. ഈ പറയുന്ന ആ അമ്മയുടെ സിദ്ധാർത്ഥിന്റെ അമ്മാവനായാലും ഈ അച്ഛനായാലും എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവർ വിങ്ങിപ്പൊട്ടാതെ ഈ കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നതെന്ന് ചിന്തിക്കുക മലയാളി. കാരണം ഇത് ഏറ്റവും കൊടും ക്രൂരത അരങ്ങേറിയ ഒരു കൊലപാതകം തന്നെയാണ്. ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ എണീറ്റ് നിൽക്കാൻ പോലും ആവുമായിരുന്നില്ല എന്നുള്ളത് ഓരോ മലയാളിക്കും സത്യമായിട്ടും അറിയാമെന്നിരിക്കാൻ അവൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന് വാദിക്കാൻ വേണ്ടി ഇടത് പ്രൊഫൈലുകളും ഇസ്ലാമിക ഭീകര പ്രൊഫൈലുകളും ഒക്കെ മത്സരിക്കുന്നത് എന്ത് വേണ്ട. നമ്മുടെ നാട് കുട്ടിച്ചോറാക്കിയിട്ടുള്ള മറ്റൊരു വിഭാഗമാണ് ഇടതുപക്ഷത്തിന്റെ ഒപ്പം തന്നെ കോൺഗ്രസ്സുകാരും. അതിലൊരു പകുതിയിലധികം ആളുകൾ ഈ പ്രതിഷേധ രംഗത്തും ഉണ്ടെങ്കിൽ പോലും ബാക്കി വരുന്ന ഒട്ടേറെ ആളുകൾ നിസ്സംഗത ഭാവിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് പോലും ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങളുടെ കുഞ്ഞിന് 3 ദിവസം നിങ്ങൾ ഒരിറ്റ് വെള്ളം കൊടുക്കാതെ നിങ്ങൾ അടച്ചിട്ട് നോക്കുക, ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അത് പോരാതെ ഇത്തരത്തിൽ മാരകമായിട്ടുള്ള ആ കുട്ടിക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇത്തരത്തിൽ ക്രൂരമായി ഈ പെരുമാറുക. അതിനുശേഷം ആ കുട്ടിക്ക് എത്താത്ത ഒരു ഹൈറ്റിലേക്ക് തൂങ്ങിയാടുന്ന രീതിയിലേക്ക് തൂങ്ങി മരിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ മലയാളിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഏതായാലും ഇതിൽ ഈ പറയുന്ന ഈ കേരളത്തിന്റെ പോലീസ് സംവിധാനം അന്വേഷിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും അറിയാം. കാരണം ഇന്ന് ആ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ലേഡീസ് ഹോസ്റ്റലിലുള്ള പെൺകുട്ടികളെ, ഒരു ഹോസ്റ്റലിൽ തന്നെ 300-ലധികം പെൺകുട്ടികൾ ഉണ്ട് എന്നാ പറയുന്നത്. അത്തരത്തിൽ 2 ഹോസ്റ്റലുകൾ ലേഡീസ് ഹോസ്റ്റലുണ്ട്. ഈ ലേഡീസ് ഹോസ്റ്റലിലെ കുട്ടികളെ പുറത്തു വിടുന്നില്ല എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. ഈ ലേഡി ഹോസ്റ്റലിലുള്ള ഒരു പെൺകുട്ടിയുടെ പിതാവ് തന്നെ ആ ഒരു ടെലിഫോൺ സംഭാഷണത്തിലൂടെ ജനം TV-യിൽ ഞാനത് കേൾക്കുകയും ഉണ്ടായി. അതായത് ഈ പെൺകുട്ടികൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ സത്യം പുറത്തേക്ക് ഒഴുകുമോ എന്ന പേടി കൊണ്ട് ആ ഹോസ്റ്റൽ ബന്ദോബസ്താക്കിയിരിക്കുന്നു. ഈ പെൺകുട്ടികളെ അവിടെ നിന്ന് രക്ഷിക്കാൻ ഇന്നും മലയാളി പ്രബുദ്ധതയുള്ള മലയാളി ആരും അതിന് ശ്രമിക്കുന്നില്ല. ഈ കുട്ടികളുടെ മൊഴി പുറത്തു വരേണ്ടത് ഈ കേസിന് ഏറ്റവും അത്യാവശ്യ ഘടകമാണെന്നിരിക്കെ തെളിവുകളുടെയും സാക്ഷി മൊഴികളുടെയും അഭാവത്തിൽ ഈ കേസിലുള്ള എല്ലാ പ്രതികളും രക്ഷപ്പെടുമെന്നിരിക്കെ ഇന്ന് കാണുന്ന ഈ തീച്ചൂട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ആറി തണുത്തുകൊണ്ട് അവിടെ മഞ്ഞായി മാറുമെന്ന് ഈ കൊലപാതകികൾക്കറിയാം, ഈ ഭരണവർഗത്തിനറിയാം. നോക്കൂ, അവിടെ എനിക്ക് തോന്നുന്നു ശശി എന്നോ എന്തോ പറയുന്ന ഒരു MLA ഉണ്ടായിരുന്നു അവിടുത്തെ വയനാടുമായി ബന്ധപ്പെട്ടുള്ള. ഈ ചങ്ങാതി എന്നും പശുവിനെ കറന്ന് പാലൊക്കെ കൊണ്ടു കൊടുത്ത് സൊസൈറ്റിയിലേക്കൊക്കെ നടന്നു പോകുന്ന ഒരു കർഷകന്റെ രൂപത്തിലുള്ള മുഖത്ത് നിറയെ വെള്ളപ്പാണ്ടൊക്കെ ഉള്ള ഒരു ശശി എന്ന് പറയുന്നത് ഞാനും സത്യത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ വയനാട്ടിലുള്ള പലരും പറയുന്നത് എന്റെ ചെവിയിൽ കേട്ടതാണ് ഞാൻ. അതായത് ഈ ശശിക്കൊക്കെ കൃത്യമായിട്ടും ഈ കൊലപാതകം നടത്തിയ ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിലൊക്കെ അത്ര കണ്ട് പിടിപാടുണ്ടായിരുന്നു. ഇയാളുടെ മുഖത്ത് വന്നിട്ടുള്ള ഈ പാണ്ടുണ്ടല്ലോ, അത് പാണ്ടല്ല, ഇയാളുടെ സ്വഭാവ വൈകൃതം. അതല്ലെങ്കിൽ ഇയാൾ ഇത്രയും നാൾ ജനങ്ങളെ പറ്റിച്ചിട്ടുള്ള ഞാനൊരു കർഷകനാണ്, ഇത്ര കണ്ട് താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന ഞാൻ എത്ര എളിമയുള്ളവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി കാട്ടിയിട്ടുള്ള ഈ കൊടും ക്രൂരരെ സംരക്ഷിക്കാൻ വേണ്ടി തന്റേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇവരിൽ ആരും നല്ലവരില്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മുസ്ലിങ്ങൾ നല്ലവരുണ്ടോ ചീത്തയുണ്ടോ എന്ന തർക്കമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നടത്തിയതാണ്. പക്ഷെ അവിടെയും ഇസ്ലാമുകളിൽ നല്ലവരില്ല ഉണ്ട് എന്ന് നമ്മൾ തർക്കം അവിടെ നമ്മൾ മാറ്റിവെച്ചെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാരിൽ നല്ലവരുണ്ടോ എന്ന് ചോദിച്ചാൽ അതേ രീതിയിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവരിൽ നല്ലവരില്ല,
കമ്മ്യൂണിസ്റ്റായി പ്രവർത്തിക്കുന്നവൻ, കമ്മ്യൂണിസ്റ്റായി ജനിച്ചിട്ടുള്ള ഒരാളും നല്ലവരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് EMS തുടങ്ങിയിട്ടുള്ള കാലം മുതൽ എടുക്കുകയാണെങ്കിലും അവസാനം വന്നു നിൽക്കുന്ന പിണറായി വിജയനിലേക്ക് എത്തി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ആദ്യ രാഷ്ട്രീയ കൊലക്കേസ് പ്രതിയായിരുന്നവൻ നാട് ഭരിക്കുന്ന ഈ നാട്, വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തയ്യൽ തൊഴിലാളിയും അന്നന്നത്തെ അന്നവും വാങ്ങി അരിയും പച്ചക്കറി സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് വരുന്ന സമയത്ത് മഴ ഉപയോഗിച്ച് പിണറായി വിജയൻ വെട്ടുന്നത് കണ്ടു എന്ന് പോലും സാക്ഷിമൊഴി ഉണ്ടായിരുന്ന ഒരു കാലത്തെ കേസ്, അതിന്റെ ആ ദൃക്സാക്ഷി വിവരണം പോലും അതല്ലെങ്കിൽ രണ്ടാം പ്രതിയോ ഒന്നാം പ്രതിയോ പോലും ആയിരുന്ന പിണറായി വിജയന്റെ ഈ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന പിണറായി വിജയന്റെ പേര് രേഖകൾ, വിശദ വിവരങ്ങൾ ഇന്നും തലശ്ശേരി കോടതിയിൽ ഉണ്ട് എന്നുള്ളതാണ് മലയാളി യാഥാർത്ഥ്യം. അത്തരത്തിൽ വെട്ടി 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 പഠിച്ചുകൊണ്ട് ചോരയുടെ അറപ്പ് മാറിയിട്ടുള്ള ആളുകൾ ഭരിക്കുന്ന ഈ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഭയരാജന്മാരെന്ന് വിളിപ്പേരുള്ള ജയരാജന്മാരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ണൂരായാലും കൊല്ലമായാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരുടെ ദുഷ്ടതയ്ക്ക് ഒരു കുറവ് എവിടെയും കാണാനാവില്ല. അത്തരത്തിൽ നാട് ഭരിക്കുന്നവൻ തന്നെ ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്ന, പിന്നീട് എങ്ങനെയാണോ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത്, പിന്നെ എങ്ങനെയാണോ സാക്ഷി മൊഴികൾ നശിപ്പിക്കപ്പെട്ടത്, അതേ രീതിയിൽ തന്നെ ഈ കൊലയാളികളും ഈ ISIS-നെ പോലും നാണിപ്പിക്കുന്ന ഈ കൊടുംഭീകരന്മാരും നാളെ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് മറ്റൊരു വേഷത്തിൽ, രാഷ്ട്രീയക്കാരന്റെ വേഷത്തിൽ, MLA-യുടെ വേഷത്തിൽ, മന്ത്രിമാരുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാനും പാഞ്ഞെടുത്ത് വന്നു കഴിഞ്ഞാലും ഒരിക്കലും അത് വിദൂരമല്ല എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്താണ് ടീച്ചറെ ഇനി കൂടുതൽ പറയാനുള്ളത്? ഒരു സംശയമില്ല ബൈജു, നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ചില വസ്തുതകളുണ്ട്. ഒന്ന് ആലോചിക്കണം. ഒരു പരിഷ്കൃത സമൂഹത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതായത് വിദ്യാസമ്പന്നരായ സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന് പറയുന്ന ഈ നാടിനെ ലജ്ജിപ്പിക്കും വിധമാണ് SFIയുടെ ക്രൂരമായ റാഗിങ്ങിന് ഒരു യുവാവ്, പ്രബുദ്ധ കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന രൂപത്തിൽ വിധേയനായിരിക്കുന്നത്. സിദ്ധാർത്ഥന് സംഭവിച്ച ഈ ദുരന്തം ഇനി മറ്റൊരു വിദ്യാർത്ഥിക്കും ഒരു വിദ്യാർത്ഥിനിക്കും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഈ വിഷയം വീണ്ടും വീണ്ടും സംസാരിച്ചേ പറ്റൂ. കാരണം ഏകകക്ഷി ആധിപത്യമുള്ള ഇത്തരം കലാലയങ്ങളിലെ ഇടിമുറികളും ഹോസ്റ്റലിലെ വിചാരണ കോടതികളും ഇല്ലായ്മ ചെയ്യാൻ ഉരുക്കു മുഷ്ടിയും കായിക ബലവും ഉപയോഗിച്ച ഒരു പാർട്ടിക്കാര് തന്നെ കൊലയാളികളും ക്രൂരന്മാരും പീഡകന്മാരുമായി മാറുമ്പോൾ ആ യുവാവിനെ കൊന്നിട്ടും വെറുതെ വിടുന്നില്ല. കാരണം അവർക്കറിയാം ഈ ഭരണത്തിന്റെ തണലിൽ SFI, നമ്മുടെ ഗവർണറുടെ ഭാഷ, അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്താൽ ബ്ലഡി ക്രിമിനലുകൾ രക്ഷപ്പെടാതിരിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഉണ്ടാകും ഇത്. ഇനിയും നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമ്മളെ ഭയപ്പെടുത്തേണ്ടത് ഈ SFIക്കാരുടെ ക്രൂരമായ ഈ മർദ്ദനങ്ങളിലൂടെ കടന്നുപോയ സിദ്ധാർത്ഥ് വേദനയായി നിലനിൽക്കുന്നു. ആ പയ്യനെ ഇത്രയും ക്രൂരതകളിലൂടെ വലിച്ചിഴക്കുന്നത് ഒരു പെൺകുട്ടി കാരണമാണ്, ഒരു തട്ടമിട്ട പെൺകുട്ടി കാരണമാണ്. ഈ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ പയ്യനെ പൂർണ്ണ നഗ്നനായി ഇത്രയധികം മാരകമായി ഉപദ്രവിക്കുന്നതും നട്ടെല്ല് ചവിട്ടി ഒടിക്കുന്നതും അടിവയറ്റിന് ചവിട്ടി മാരകമായി പരിക്കേൽപ്പിക്കുന്നതും ഒക്കെ ആലോചിക്കണം. ആ പയ്യൻ സിദ്ധാർത്ഥ് ഇവരുടെ ക്രൂരതയ്ക്ക് ഇരയാകുമ്പോൾ ആ പെൺകുട്ടിയും ഈ കാഴ്ചക്കാരിൽ ഒരാളാണ്. അവളുടെ കൂടെ മുന്നിൽ കിടന്നിട്ടാണ് ഒരിറ്റു വെള്ളത്തിന് വേണ്ടി അവൻ യാചിക്കുന്നത്. 150 സഹപാഠികളോട് ഒരിറ്റു വെള്ളത്തിനു വേണ്ടിയും തനിക്കൊരു തണലിനു വേണ്ടി, തനിക്ക് ഈ കിട്ടുന്ന അടികൾക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു രക്ഷ കിട്ടുമോ എന്നറിയാൻ ആ യാചിക്കുന്ന ആ പയ്യന്റെ മനസ്സുണ്ടല്ലോ, ആ സമയത്ത് അവന്റെ മനസ്സിലൂടെ കടന്നുപോയ വികാര വിചാരങ്ങൾ ഉണ്ടല്ലോ, ഏതൊരു മനുഷ്യനും ചിന്തിക്കാൻ സാധിക്കും. കാരണം ഈ മാരകമായി ബെൽറ്റും മറ്റായുധങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഈ പയ്യനെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് തനിക്കൊരു രക്ഷ വരുമോ എന്ന് ഈ പെൺകുട്ടിയുടെ കൂടെ മുന്നിലിട്ടിട്ടാണ് അവനെ ക്രൂരമായി മർദ്ദിക്കുന്നതും അവന്റെ ചേതനയറ്റ ശരീരം വലിച്ചിഴച്ചു കൊണ്ടുപോയി കെട്ടിത്തൂക്കുന്നതും. ഇനിയും ഭയക്കണം. എന്നിട്ടും ഈ പെൺകുട്ടി കൊലയാളികളായ ഈ SFI കാപാലികരെ രക്ഷിക്കാൻ വ്യാജമായ ഒരു പീഡന പരാതിയുണ്ടാക്കി
ആ പയ്യന്റെ മേലിൽ ചാർത്തി കൊടുക്കുന്നു എന്ന് കൂടി വന്നാൽ ക്രൂരതയ്ക്ക് സമാപ്തി വന്നില്ലേ? ഇതിനൊരു പരിസമാപ്തി വന്നില്ലേ? ഇത്രയും ക്രൂരത കാണിച്ച ഈ കൊലയാളികൾക്കു വേണ്ടി ഇത്രയും വൃത്തികേട് ചെയ്തു കൊടുക്കാൻ മനസ്സുള്ള SFI-ക്കാർ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഈ പെൺകുട്ടി വിധേയപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കണം. എനിക്ക് പറയാനുള്ളത്, മോളെ, നീ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി, നിനക്ക് മനസാക്ഷി കുത്തില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ നീ SFI കലാലയത്തിലെ ഏറ്റവും വലിയ ഒരാള് തന്നെയാണ്. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടും മനസാക്ഷി കുത്തില്ലാതെ നിനക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ നിന്നിലെ മനസാക്ഷിയെ കുറിച്ച് നമുക്കൊന്നും സംസാരിക്കാനില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഈ കുട്ടിയെ എനിക്ക് തോന്നുന്നു പറഞ്ഞോളൂ. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഏത് കാലത്തും അഭിമാനിക്കാം. കാരണം ലോകത്തിന് നല്ല ഒരു വിത്തിനെ വിഭാവനം ചെയ്തില്ലേ? ആ പയ്യന്റെ മാതാപിതാക്കൾക്ക് മുമ്പിൽ തല കുനിച്ചിട്ടോ മറ്റെന്തു കുനിച്ചിട്ടോ ഒരു കാര്യവുമില്ല. മരിച്ചതോ മരിച്ചു, ശരി, അതിന്റെ ഒരു ഭാഗവാക്കായി ഞാനും മാറി. ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്, എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ഉണ്ടാകും. എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അയ്യോ അത് വേണ്ടിയിരുന്നില്ല അല്ലെ? നമ്മൾ തന്നെ നമ്മളെ ഒരു വിചാരണ കോടതിയിൽ പ്രതിയാക്കപ്പെടുന്ന ഒരു സന്ദർഭം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെയെങ്കിലും ഒരു കുറ്റബോധം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ മരിച്ച പയ്യനെ ഇത്തരം ഒരു അപവാദത്തിൽ നിന്നെങ്കിലും ഈ പെൺകുട്ടിക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. 150ഓളം വരുന്ന 130ഉം 150ഉം പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള ആ പെൺകുട്ടികളെ അതല്ലെങ്കിൽ പെൺകുട്ടികൾ അടക്കമുള്ള അത്രയും ആളുകളുടെ ഒരു അതുകൂടി നമ്മൾ ഇവിടെ ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം ഈ സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി ഈ ഹോസ്റ്റലിലുള്ള സകല കുട്ടികളോടും ഈ വിചാരണ നടക്കുന്ന സ്ഥലത്തേക്ക് നിർബന്ധമായും വരാൻ പറഞ്ഞു. വരാൻ മടിച്ചിട്ടുള്ള കുട്ടികളെ നിർബന്ധപൂർവ്വം അവരെ മർദ്ദിച്ചുകൊണ്ട് രംഗത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം, ഇനി നിങ്ങൾ എത്രത്തോളം ഭയപ്പെടുന്നുണ്ടെങ്കിൽ പോലും SFI എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനലുകളെ, ഗവർണർ പറഞ്ഞ പോലെ ബ്ലഡി ക്രിമിനലുകളെ നിങ്ങൾ എത്രത്തോളം ഭയക്കുന്നുണ്ടെങ്കിലും നാളത്തെ ഈ നാട് നോക്കേണ്ട അതല്ലെങ്കിൽ ഈ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങൾ. മാത്രമല്ല മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർവകലാശാല കൂടിയെന്ന് നമ്മൾ ആലോചിക്കണം. വെറ്ററിനറി എന്ന് പറയുന്ന ഇവരൊക്കെ ഭാവിയിൽ ഈ മൃഗാശുപത്രിയിലായിക്കോട്ടെ അതല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഈ പറയുന്ന മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഈ ഡിപ്പാർട്ട്മെന്റുകൾ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. കാരണം മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരനെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പെൺകുട്ടിയുടെ വാട്സപ്പ് ചാറ്റ് അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൽ പറയുന്നുണ്ട് 12-ാം തീയതി ഈ സിദ്ധാർത്ഥ് എന്റെ ശരീരത്തിൽ എന്റെ പെർമിഷൻ ഇല്ലാതെ സ്നേഹത്തോടെ തന്നെയായിരുന്നു അവരുള്ള ആ കുട്ടിയുടെ സംഭാഷണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുക. കാരണം അങ്ങനെ സ്പർശിച്ചു എന്ന് ആ കുട്ടി പറയുന്നതായിട്ടുള്ള ഈ വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നത് സത്യത്തിൽ എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അതും സഖാക്കന്മാരുടെ ഒരു പുറത്താക്കൽ തന്നെയായിരിക്കാം. എന്നിട്ട് പോലും അതിൽ പോലും കൊടുത്തിട്ടുണ്ട് ഈ പെൺകുട്ടി പറയുന്നത് സിദ്ധൻ എന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം ആയിരിക്കും അപ്പോഴും ഈ സിദ്ധാർത്ഥനെ ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നുണ്ടാവുക എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ ഏതിന്റെയൊക്കെ രീതിയിലാണെങ്കിൽ പോലും ഈ സിദ്ധാർത്ഥനെ ഇത്ര കണ്ട് നഗ്നനാക്കിക്കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഈ ദൃശ്യങ്ങൾ കണ്ട ഈ 130 വാഴകളൊന്നും പറയാൻ പറ്റില്ല. കാരണം വാഴകൾ നമ്മൾക്ക് വാഴക്കുലയെങ്കിലും തരുന്നുണ്ട്, വാഴക്കായെങ്കിലും തരുന്നുണ്ട്, പഴുത്താൽ പഴമായിട്ട് നമ്മൾക്കത് തിന്നാൻ പറ്റുന്നുണ്ട്. അത് മനുഷ്യന്റെ ഭക്ഷണം മാറ്റുന്നുണ്ട്, ഭക്ഷണ വിശപ്പ് മാറ്റുന്ന ഒരു സാധനത്തിന്. അതുകൊണ്ട് അതുപോലും പറയാൻ പറ്റാത്ത മൃഗങ്ങളൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം മൃഗങ്ങൾ ഒരിക്കലും ഇത്ര ക്രൂരത കാണിക്കില്ല. അവരോട് അങ്ങോട്ട് ചെയ്യാതെ ഒരിക്കലും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ പുലിയായാലും പന്നിയായാലും ആനയായാലും മനുഷ്യരെ ഉപദ്രവിച്ചു എന്നുള്ളത് എന്തുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ ഇത് വല്ലാതെ കേട്ടിരുന്നില്ല? ഇന്ന് ഇത്രത്തോളം അധികം നാടുകളിലേക്ക് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല. കാരണം കാടായ കാടൊക്കെ വെട്ടിത്തെളിച്ചും അതല്ലെങ്കിൽ കാടായ കാട്ടിലേക്കൊക്കെ മനുഷ്യൻ കയറി തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഒരിറ്റ് വെള്ളം പോലും ഇല്ലാത്തത് കൊണ്ട് ഇനി കാടിലേക്ക് കയറേണ്ട ആവശ്യമില്ല. ഈ നാടായ നാട്ടിലൊക്കെ ചെയ്യുന്ന ഈ പ്രകൃതി ചൂഷണം കൊണ്ട് തന്നെ കാടുകളിൽ അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല. അതിന്റെ ആ ഒരു ഭയാനകമായ വേർഷനിലേക്ക് കടക്കുമ്പോൾ അവർ ഭക്ഷണവും വെള്ളവും തേടി അന്യ ജില്ലകളാണോ അതല്ലെങ്കിൽ നാടാണോ തമിഴ്നാടാണോ കർണാടക ആണോ എന്ന് നോക്കാതെ തന്നെ
തങ്ങൾക്ക് ആദ്യം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തേക്ക് അവർ ഇറങ്ങും. അത്തരത്തിൽ ഇറങ്ങുന്ന ആ ജന്തുക്കൾ, മനുഷ്യർ അവരെ ആ ജന്തുക്കളെ കാണുമ്പോൾ പ്രതിരോധിക്കുന്ന ആ തിരക്കിൽ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടു. അവിടെയും മനുഷ്യരോട് ഇത്രയ്ക്കും ക്രൂരതയായിട്ട് പെരുമാറുന്ന ഒരു മൃഗത്തെയും നമുക്ക് കാണാനാവില്ല. ഇത് അറിഞ്ഞുകൊണ്ട്, അറിവില്ലാ പൈതങ്ങൾ എന്നും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അറിവില്ലാ പൈതങ്ങളല്ല, ഇത് കൃത്യമായിട്ടും അറിവുള്ള പൈതങ്ങൾ തന്നെ. ഭാവിയിൽ നമ്മളെയൊക്കെ ഭരിക്കേണ്ട, ഭാവിയിൽ നമ്മളെയൊക്കെ ശുശ്രൂഷിക്കേണ്ട, ഭാവിയിൽ നമ്മുടെയൊക്കെ സ്വപ്നങ്ങളായി മാറേണ്ട നമ്മുടെ ഈ കുട്ടികളെ ഈ രീതിയിൽ വിദ്യാർത്ഥി സമൂഹത്തെ, അത് ഒരു വെറ്ററിനറിയോ അതല്ലെങ്കിൽ ഈ പറയുന്ന വയനാട് മാത്രം കേന്ദ്രീകരിച്ചല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിക്കോട്ടെ, ഇനി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം SFI എന്ന് പറയുന്ന ഈ ബ്ലഡി ക്രിമിനലുകൾ എവിടെയൊക്കെ വാഴുന്നുണ്ടോ അവിടെയൊക്കെ എന്താണുള്ളതെന്ന് JNU എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നമ്മൾ എടുത്താലും മനസ്സിലാക്കാനാവും. അവിടെ SFIയും ഉണ്ട്, ഇസ്ലാമിക ഭീകരന്മാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലുള്ളിൽ എന്താണ് നടക്കുന്നത്, ഇത്തരത്തിൽ എവിടെയൊക്കെ ഈ ബ്ലഡി ക്രിമിനൽസ് ഉണ്ടോ അവിടെ നടക്കുന്നത് ഇതാവുമ്പോൾ ഇനി നമ്മുടെ കുഞ്ഞു മക്കളുടെ, നമ്മളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട, നമ്മുടെ ഒക്കത്തിരുന്ന് വളർന്ന, പിച്ച വെച്ച് നടക്കുന്നതിന് മുൻപും അതിന് ശേഷവും ഓരോ അടിയും കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനിയും ഇത് ഏറ്റുവാങ്ങേണ്ടതാണോ എന്ന് ഓരോ മലയാളിയും ചിന്തിച്ചുകൊണ്ട് രംഗത്ത് വരേണ്ടതുണ്ട്. കാരണം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇറങ്ങേണ്ടതില്ല. ഇവിടെ ആരാണ് സത്യത്തിൽ ഇറങ്ങേണ്ടത്? ഇവിടെ മലയാളി എന്ന് പറയുന്ന രക്ഷിതാക്കൾ ഒന്നടങ്കമാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങേണ്ടത്. ഇത് തിരുവനന്തപുരത്തോ വയനാടോ അല്ലെങ്കിൽ പല ജില്ലകളിലും നടക്കുന്ന പ്രതിഷേധ സമരത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയല്ല കാണേണ്ടത്. കോൺഗ്രസ്സുകാരുടെ സമരം ഇവിടെ, BJPക്കാരുടെ സമരം അവിടെ, മറ്റൊട്ടനവധി സംഘടനകളുടെ സമരം അവിടെ. ഇത് സംഘടനകളുടെ സമരമായിട്ടല്ല യഥാർത്ഥത്തിൽ കാണേണ്ടത്. കാരണം ഇന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഈ തൂക്കിക്കൊന്ന ഈ സിദ്ധാർത്ഥിന്റെ അമ്മയുടെ ആംഗള, അതായത് അമ്മാവനും അച്ഛനും അവരുടെ സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് അവർ കൃത്യമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മലയാളി നീ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് നഷ്ടപ്പെടാനുള്ളത് എന്തായാലും നഷ്ടപ്പെട്ടു. അതൊരു അഫ്സലോ അതല്ലെങ്കിൽ ഈ പറയുന്ന ആർഷോയോ ആരും മാപ്പ് പറഞ്ഞിട്ടോ മാറ്റം ഞങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞത് കൊണ്ട് അവർക്ക് ആ നഷ്ടം നികത്താനാവില്ല. എന്നിരുന്നാലും എന്റെ പൊന്നോമന മകൻ മരിച്ചു, എന്റെ ഭാവി വാഗ്ദാനമായിരുന്ന, എന്റെ ഒക്കത്തിരുന്ന് വളർന്ന ആ കുഞ്ഞ് മരിച്ചു, ആ കുഞ്ഞിന് ഒരിറ്റു വെള്ളം കൊടുക്കാതെ SFI ബ്ലഡി ക്രിമിനലുകൾ കൊന്നു. എന്നിരുന്നാലും ഞാൻ വീട്ടിൽ തളർന്നിരിക്കാൻ പാടില്ല. കാരണം എന്റെ കുഞ്ഞിന് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന അവരുടെ ആ ഒരു അരക്ഷിതാവസ്ഥയുണ്ടല്ലോ, അതെങ്കിലും മലയാളി നീ തിരിച്ചറിയുക. കാരണം ആ അച്ഛന്റെയും ആ അമ്മാവിന്റെയും ആ അമ്മയ്ക്കും പിന്തുണയേകിക്കൊണ്ട് അവിടെ രാഷ്ട്രീയം വെച്ച് കലക്കാതെ, ചാനലുകളിൽ വന്ന് തള്ളിമറിക്കാതെ ഓരോ മലയാളിയുമാണ് അവർക്ക് പിന്തുണ കൊടുക്കേണ്ടത്. അതും ചെയ്യാൻ പറ്റാത്ത മലയാളി, നിനക്ക് ഇതെങ്കിലും ചെയ്തുകൂടെ? ഒരിക്കൽ വെള്ളം കൊടുക്കാതെ 3 ദിവസം പൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ തല്ലിയും വെട്ടിയും കുത്തിയും കൊന്ന ആ ചെറുപ്പക്കാരനെതിരെ അപവാദം പറയാതിരുന്നു കൂടെ നിനക്ക്? ആ അമ്മയ്ക്കും അച്ഛനും ഈ പറയുന്ന അമ്മാവനടക്കമുള്ള ബന്ധുക്കളൊക്കെ ഇത് സ്ഥിരം കാണുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, എല്ലാം വായിച്ചറിയുന്ന നീ നിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. അവരുടെ അവസ്ഥയിലേക്ക് നിന്നെ ഒന്ന് കൊണ്ടെത്തിച്ചു നോക്കൂ. നിന്റെ മകൻ ഇങ്ങനെ കൊല്ലപ്പെട്ടു, നിന്റെ മകൻ കൊല്ലപ്പെട്ടതിന് ശേഷവും നിനക്ക് സമാധാനം തരാതെ ഈ നാട്ടിലുള്ള അന്ധത ബാധിച്ച, അതല്ലെങ്കിൽ ചെവി കേൾക്കാത്ത എല്ലാ രീതിയിലും അടിമകളായി മാറിയിട്ടുള്ള ഈ മലയാളി നിന്റെ ആ മരിച്ച മകനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ, രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രതിരോധം തീർക്കുമ്പോൾ, മതത്തിന്റെ പേരിൽ പ്രതിരോധം തീർക്കുമ്പോൾ നിന്റെ അവസ്ഥ എന്താവും എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലും നാളെ ഇത് സംഭവിക്കും എന്നുള്ളത് മലയാളി നീ അടക്കിട്ടുറപ്പിച്ച് എഴുതി വെച്ചു എന്ന് മാത്രമേ ഇനി പറയാനുള്ളൂ. ടീച്ചർ, എന്താണ് ഈ കൺക്ലൂഷന് മുൻപ് എന്താണ് ഇനി കൂട്ടിച്ചേർക്കാനുള്ളത്? അതായത് ഈ പയ്യന്റെ കൂടെ തലേ ദിവസം വരെ ഇരുന്ന് ഭക്ഷണം കഴിച്ച സഹപാഠികൾ, ആ അമ്മ പറയുന്നുണ്ട്, എത്രയോ ദിവസങ്ങളിൽ ഇവിടെ വന്നിരുന്ന് എന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച, ഞാൻ എന്റെ മകനെ കാണാൻ പോകുമ്പോഴൊക്കെ ഭക്ഷണം കൊണ്ടുപോകുന്നു, അതിന്റെ പങ്ക് പറ്റി കഴിച്ചവരാണ് എന്റെ മകന്റെ ജീവൻ എടുത്തത്. നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചു വന്ന കാലഘട്ടമല്ല ഇത്. നമ്മളൊക്കെ ഒരുപാട് ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും ഒരു പക്ഷേ സമർത്ഥമായി പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ പോലും നമ്മുടെ സാമ്പത്തിക ശേഷി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. ഇന്നത്തെ കലാലയങ്ങളിലെ മിക്ക കുട്ടികളുടെയും മാതാപിതാക്കൾ സാധാരണക്കാരാണ്. അപ്പൊ അവർക്ക് നമുക്കുണ്ടായ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു അവസ്ഥ, ഒരു തൊഴിലില്ലാത്ത ഒരവസ്ഥ, സമൂഹത്തിൽ നിന്നും അപരവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് അവര് ചോദിക്കുന്ന ഫീസ് കൊടുത്ത് ഓരോരോ മേഖലകളിൽ മക്കളെ എത്തിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നത്. പ്രവാസ ലോകം കിടുങ്ങിപ്പോയ മനുഷ്യന്റെ കരച്ചിൽ കേട്ടിട്ട് ഞാൻ ഇന്നും ഈ പ്രായത്തിലും ഈ ഗൾഫിൽ നിന്ന് അധ്വാനിക്കുന്നത് എന്റെ മകനെ ഒരു ഭാവിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഒന്നിന്റെ കൂടെ ഒന്നും കൂടെ ഇല്ല. ഈ പയ്യനെ കഷ്ടപ്പെട്ട് ഇത്ര പ്രായം വരെ വളർത്തി പഠിപ്പിച്ച്
പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന മാതാപിതാക്കളുടെ മുമ്പിലേക്ക് ഒരു പയ്യൻ സാധാരണ രൂപത്തിൽ മരിച്ചതാണോ? അല്ല, അടിച്ചു കൊല്ലുവാണ് മാരകമായ രൂപത്തിൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്നു, ഇന്ന മുറിവുകൾ. എങ്ങനെയാണ് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നത്? ഇപ്പോ LLBക്ക് പഠിപ്പിക്കുന്നവരാണെങ്കിൽ ശരി, എന്റെ മോനൊരു വക്കീലായി വരും. ഇപ്പോ പൂക്കോട് കലാലയത്തിൽ വിട്ടു, എന്റെ മോനൊരു മൃഗഡോക്ടറായി മുന്നോട്ട് വരും. നഴ്സിംഗിന് വിട്ടു, എന്റെ മകൻ. അപ്പോ അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ മുമ്പിലേക്ക് ഈ മക്കളെ ഇങ്ങനെ പീസാക്കിയാണ് എത്തിക്കുന്നതെങ്കിൽ, അഭിമന്യുവിന്റെ അമ്മ കരഞ്ഞതുപോലെ, ഞാൻ പെറ്റ മകനെ എന്ന് പറഞ്ഞ് കരഞ്ഞതുപോലെ ഇനി ആയിരക്കണക്കിന് അമ്മമാർ കരയേണ്ടി വരരുതെങ്കിൽ ഇന്ന് ഇത് നമ്മുടെ പ്രശ്നമായിട്ട് ഓരോ മാതാപിതാക്കളും എടുക്കണം. ഇപ്പൊ ഞാനോ ബൈജു അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലുകളിലോ ഇരുന്ന് ആരെങ്കിലും സംസാരിച്ചത് കൊണ്ടോ പ്രതിഷേധിച്ചത് കൊണ്ടോ നമ്മുടെ അമർഷം നമ്മൾ രേഖപ്പെടുത്തിയത് കൊണ്ടോ കാര്യമില്ല. ഇതുപോലെയുള്ള അക്രമ രാഷ്ട്രീയം കലാലയങ്ങളിൽ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് റാഗിംഗ് ഒക്കെ നിർത്തലാക്കിയിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞില്ലേ, ഇനിയും അത് തുടർന്നു പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പിടിപ്പുകേടാണ്. ഇങ്ങനെ ഇനി എത്രയെത്ര കൊലകൾ. ഇതിപ്പോ ആലോചിച്ച് നോക്ക്, മീഡിയയുടെ പവർ കൊണ്ട് മാത്രമാണ് ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. എന്നിട്ട് പോലും തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സിദ്ധാർത്ഥിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വസ്തുതകൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞു പോയാൽ നമുക്കെതിരെ കേസ് വരുമെന്നാണ് പറഞ്ഞത്. കാരണം ഇതിന്റെ പിന്നിലാര, അതുപോലെ തന്നെയാണ് പൂഞ്ഞാറ് വിഷയത്തിലും പറഞ്ഞത്, നമുക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തുമെന്നാണ് പറഞ്ഞത്. കാരണം പ്രതിഭാഗമാരാ, രണ്ടിലെയും പ്രതിഭാഗം ഇവരാണ്. അതുകൊണ്ട് ഇവരെന്ത് പറയുന്നു, ഇവരെന്ത് ചെയ്യുന്നു, അത് കണ്ണടച്ച് കാണുക. എന്നിട്ട് ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകം കഴിഞ്ഞു, ഇന്ന് വീണ്ടും അടുത്ത പയ്യന്റെ പള്ളക്ക് കത്തി കയറ്റിയിരിക്കുന്നു. മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കാൻ നമ്മുടെ നാട്ടിൽ വകുപ്പുകളില്ല, നീതിന്യായ വ്യവസ്ഥ പോലും ഇവരെ കണ്ട് ഭയന്ന് പിന്മാറി നിൽക്കുന്നു. ഇവർക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാർ എന്താ പറയാ, ഇവര് പ്രായമാണ്, ചോര തിളപ്പ് കൊണ്ട് ചെയ്തതാണ്, ഇവർക്കിനിയും വലിയ ഒരു ഭാവിയുണ്ട്, അതേ ഭാവി സിദ്ധാർത്ഥിനും ഉണ്ടായിരുന്നു എന്ന് ഇനി മുന്നോട്ട് പറയാൻ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ മാത്രമേ കാണുള്ളൂ. ബൈജു, നമ്മുടെ നാടിന്റെ രീതി അതാ. ഇത് കെട്ടടങ്ങും. ഇനിയിപ്പോ ഇവർ അടുത്ത ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ സിദ്ധാർത്ഥന്റെ വിഷയം ഒരാളും ചർച്ചയ്ക്കെടുക്കില്ല. അതിനുവേണ്ടി ഈ മാതാപിതാക്കൾ നീതി കിട്ടും വരെ സിദ്ധാർത്ഥനെ മകനായി കണ്ട് ആയിരക്കണക്കിന് മാതാപിതാക്കൾ പൊതുരംഗത്തിറങ്ങി ധർണ നടത്തിയിട്ടില്ലെങ്കിൽ, പ്രതിഷേധ യോഗങ്ങൾക്ക് അവർ പ്രതിനിധികളായിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെ പല സിദ്ധാർത്ഥന്റെ വിഷയത്തിലും നമുക്കിങ്ങനെ ഒരുമിച്ചിരുന്ന് ദുഃഖിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും മാധ്യമങ്ങൾ പറയാൻ ഭയക്കുന്ന, അതല്ലെങ്കിൽ ചർച്ചിക്കാൻ ഭയക്കുന്ന, ആ ഒരു ഭാഷയിൽ തന്നെ പറയുക, ചർച്ചയിലൊക്കെ സിലക്റ്റീവ് വിഷയങ്ങൾ, സെലക്ട് ചെയ്ത വിഷയങ്ങൾ മാത്രം ചർച്ചിക്കുന്ന ഈ ആനുകാലിക യുഗത്തിൽ ചൊറിയാതെ വയ്യ എന്ന ഈ പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകരുടെ നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മ കൂടി വരേണ്ടതുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളിൽ കൃത്യമായിട്ട് നമ്മൾ ഓരോ വിഷയത്തും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ അത് കൃത്യമായിട്ട് കമന്റായി രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉച്ചയ്ക്ക് മുൻപായിട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാറുണ്ട്. അതിനടിയിൽ നിങ്ങൾ അതാത് ദിവസത്തെ ഇതുപോലെ ചൊറിയാതെ വയ്യയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക, നിങ്ങളുടെ സജഷൻ അറിയിക്കുക. കാരണം പ്രേക്ഷകരുടെ ഒരു പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മുടെ ഈ ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചൊറിയാതെ വയ്യ തൽക്കാലം നമ്മൾക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാമെന്ന് കരുതുന്നു. നാളത്തെ വീണ്ടും 8 to 9 വരെയുള്ള സമയത്തെ ചൊറിയാതെ വയ്യയിലേക്ക് മാന്യ പ്രേക്ഷകരുടെ പ്രതികരണം ഈ വീഡിയോയുടെ കമന്റിലും രേഖപ്പെടുത്താം നിങ്ങൾക്ക്. ഇനി എന്താണ് നമ്മൾ ചൊറിയാതെ വയ്യയിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങൾ എന്നുള്ളതൊക്കെ. കാരണം നിങ്ങളിടുന്ന ഓരോ കമന്റുകളും നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഇസ്ലാമിക ജിഹാദികളിടുന്ന കമന്റ് ആയാലും, കമ്മ്യൂണിസ്റ്റ് നരഭോജി വർഗം ഇടുന്ന ന്യായീകരണ കമന്റുകളാണെങ്കിലും, ഇനി ഏതൊക്കെ രീതിയിലുള്ള രാഷ്ട്രീയ അതല്ലെങ്കിൽ സാമൂഹിക വ്യക്തിത്വങ്ങൾ ഇടുന്ന കമന്റുകളാണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ 2 രീതിയിൽ പ്രകടിപ്പിക്കുക. അപ്പോൾ വീണ്ടും നാളെ ചൊറിയാതെ വയ്യയിൽ 8 മണിക്ക് കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ശുഭദിനം, ശുഭരാത്രി.